അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാണ്, ഞാൻ യൂട്യൂബിൽ യൂസർ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായെങ്കിലും അടുപ്പിച്ച് ഈ ഇടയ്ക്ക് എടുത്താണ് ഞാൻ യൂസർ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയത്. അതിൻ്റെ പല കമന്റ് സെക്ഷനിലും റെഫർ ചെയ്യുന്ന ഒരാളാണ്, നിങ്ങളാണോടാ യൂസർ റിവ്യൂ ചെയ്യുന്നത്, ഈ യൂസർ റിവ്യൂ ചെയ്യുവാണെങ്കിൽ നെഫിനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ കമന്റ് വരുന്നുണ്ട്. ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ഓരോരുത്തർ ഓരോ സ്റ്റൈലിൽ അല്ല എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ട്യൂഷൻ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ട്യൂഷൻ പഠിക്കാൻ വേണ്ടി വന്നതാണ്. ആ കമന്റ് ഇട്ട ആൾ കാണുന്നുണ്ടെങ്കിൽ. ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കിട്ടിലൊരു യൂസർ റിവ്യൂ ആണ്. കിട്ടിലൊരു ഓണറിനെ ഞാൻ വഴി വെച്ച് തപ്പി പിടിച്ച് കിട്ടിയിട്ടുണ്ട്. എൻ്റെ പുറയിൽ കാണുന്നത് B6ന്റെ പാക്ക് 2 വേരിയന്റ് ആണ്. എനിക്ക് തോന്നുന്നു 2-3 കൂടുതലായിട്ടുണ്ട് ഈ ഒരു വണ്ടി റോഡിൽ ഇറങ്ങി തുടങ്ങിയിട്ട്. ആൻഡ് അതിന്റെ ഒരു ഫസ്റ്റ് ഓണർ എന്ന നിലയിൽ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഈ ആളെ നിങ്ങൾക്ക് വളരെയധികം പരിചയം കാണും. കാരണം എല്ലാവരും ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിക്കുന്ന ഒരു യൂസർ റിവ്യൂ ചാനലിന്റെ ഉടമയാണ്. ഹായ് എന്റെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നു. ഹായ് പറയൂ. സുഖമാണോ? സുഖമാണ്. ഒളിച്ചിരിക്കാനൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷെ പുറകെ വന്ന് പൊക്കി. ഈ കാണുന്ന യമണ്ടൻ ഭീമാകാരമായ B6ന്റെ പാക്ക് 2 വേരിയന്റിന് ഓണർ ആയിരിക്കുകയാണ് ഇപ്പൊ. സ്വിഫ്റ്റിൽ നിന്ന്, ഡസ്റ്ററിൽ നിന്ന് ആൻഡ് B6 ആദ്യത്തെ ഇലക്ട്രിക് കാർ. എന്ത് തോന്നുന്നു? ഫസ്റ്റ് ഇംപ്രഷൻ ഒരു 95 കൊടുക്കാം. സാറ്റിസ്ഫൈഡ്? ഇതുവരെ എത്ര കിലോമീറ്റർ ഓടി? ഞാനിപ്പോ 1000 ആവുന്നേ ഉള്ളൂ. സർവീസിലോട്ട് എത്തുന്നു. സർവീസ് 2000 എത്തുന്നു. ഒരു 2 ആഴ്ചക്കുള്ളിൽ എത്തും. അടുത്ത ആഴ്ച എത്തും. അപ്പോൾ ഈ ഇലക്ട്രിക് കാർ ആഗ്രഹിച്ച്, കാരണം ഇഷ്ടംപോലെ വണ്ടികൾ റിവ്യൂ ചെയ്യുന്ന ആളാണ്, ഇഷ്ടംപോലെ വണ്ടിയുടെ യൂസർ റിവ്യൂ കേൾക്കുന്ന ആളാണ്, ഷൂട്ട് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇഷ്ടംപോലെ നോളജ് വണ്ടികളെ പറ്റിയുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് B6 എടുത്തു ആൻഡ് എന്തുകൊണ്ട് പാക്ക് 2 എടുത്തു, വേറെ ഏതൊക്കെ കാർ നോക്കി എന്നതൊക്കെ ആയിരിക്കും ഇന്നത്തെ ഈ വീഡിയോയുടെ കണ്ടന്റ് ഉള്ളത്. നമുക്ക് വീഡിയോ തുടങ്ങാം. ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, എന്തുകൊണ്ട് BE6 മഹീന്ദ്ര V6? ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഓൾറെഡി പറഞ്ഞിരുന്നു, കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു ഇങ്ങനൊരു വണ്ടി. അവര് പ്രോട്ടോടൈപ്പ് ഇറക്കിയ സമയത്തെ ആഗ്രഹിച്ചിരുന്നു, അവർ ഇതേപോലെ ഇറക്കിയിരുന്നു, ഈ കൊള്ളായിരുന്നെന്ന്. അന്ന് മേടിക്കാൻ പറ്റുമെന്നൊന്നും ചിന്തിച്ചിട്ടില്ല. 2-3 വർഷം മുമ്പാണ്. പക്ഷെ ഇപ്പൊ അവരുടെ ലോഞ്ച് ഇവന്റ് കണ്ടപ്പോഴേ ഒറ്റയടിക്ക് ഫ്ലാറ്റ് ആയി. ഞാൻ MG വിൻസർ ഏകദേശം ഒക്കെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നു അത് കഴിഞ്ഞ വർഷം. അപ്പോൾ അത് ബുക്ക് ചെയ്ത് ഏകദേശം എടുക്കുന്ന ഒരു സമയമായപ്പോഴാണ് ഇത് അവർ ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ ലോഞ്ച് ഇവന്റ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ അതൊന്ന് ഹോൾഡ് ചെയ്യാന്ന് വിചാരിച്ചു. ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് February 14 എന്തോ ആയിരുന്നു. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്ത് ബുക്കിംഗ് ചെയ്തപ്പോഴേ പറഞ്ഞിരുന്നു പാക്ക് 2ന്റെ ഡെലിവറീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് July August സമയമൊക്കെ ആയിരിക്കും. അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഇടയ്ക്ക് വിചാരിച്ചു ക്യാൻസൽ ചെയ്യണോ, പിന്നെ വിചാരിച്ചു വണ്ടി വരുമ്പോഴത്തെ തീരുമാനം, ബുക്കിംഗ് അതുപോലെ കിടക്കട്ടെ, വണ്ടി വരുമ്പോൾ തീരുമാനിക്കാം. അപ്പോൾ ഓഗസ്റ്റ് ആയപ്പോഴത്തേക്ക് പെട്ടെന്നൊരു വണ്ടി വന്നു, വേറൊരു വണ്ടി ക്യാൻസലേഷൻ വന്നത് പെട്ടെന്ന് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് കൺഫ്യൂഷൻസ് ഒന്നും വന്നില്ല. കാരണം ആകെ ഉള്ളത് കൺഫ്യൂഷൻ ഹാരി റിവ്യൂ എടുക്കണം എന്നുള്ളതാണ്. കാരണം B6 എന്നുള്ളത് ഒരു സ്പോർട്സ് കാർ എന്നുള്ളൊരു ടൈപ്പ് എന്നാണ് ആളുകൾ, അല്ലെങ്കിൽ ഞാനും വിചാരിച്ചിരുന്നത് ആദ്യം. പക്ഷേ നമ്മൾ വണ്ടി നോക്കിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, വണ്ടി നോക്കുമ്പോൾ ഒരു 5 പ്രാവശ്യം ഷോറൂമിൽ പോകും. ഓരോ പല തവണ ഷോറൂമിൽ പോയി. ആദ്യം വണ്ടി വന്നപ്പോഴൊന്ന് പോയി, വേറെ മീൻസ് പാക്ക് 3 വന്നപ്പോൾ അതിന്റെ സീറ്റും സ്പേസുകളും പ്രാക്ടിക്കാലിറ്റി എല്ലാം നോക്കിപ്പോയി. അപ്പം ഞാൻ ഡസ്റ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫാമിലി കാറായിട്ട് അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് റിയർ സീറ്റിൽ തീരെ സ്പേസും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇത് സ്വർഗ്ഗമാണ്, നല്ല സ്പേസ് ആണ്, ലെഗ് സ്പേസ്. പിന്നെ തൈ സപ്പോർട്ട് ഇല്ല, അത് മോശമാണ്. പക്ഷെ തൈ സപ്പോർട്ട് അത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. പിന്നെ വന്നപ്പോഴാണ് ഓർത്തത് ബോട്ടിൽ ഹോൾഡേഴ്സ്, അതുപോലെ ഹോൾഡേഴ്സ്, സ്റ്റോറേജ് സ്പേസുകളൊക്കെ പ്രാക്ടിക്കലി ഉണ്ടോന്ന്. അതിന് വീണ്ടും പോയി അത് പോയിട്ട് ചെക്ക് ചെയ്തപ്പോൾ അതുണ്ട്. ഇതൊരു സ്പോർട്സ് കാർ ആണെങ്കിലും ശരിക്കും ഒരു യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കാലിറ്റി തരുന്ന, മീൻസ് പല രീതിയിലും പ്രാക്ടിക്കാലിറ്റി തരുന്ന ഒരു വെഹിക്കിളാണ്. ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസുകളും ചാർജിങ് സ്പോട്ടുകളും, ഫോൺ വെക്കാൻ സെപ്പറേറ്റ് സ്പേസ്, താഴെ വലിയൊരു ബാഗ് വെക്കാൻ സ്പേസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒറ്റ കാര്യം ഡിസൈൻ. ഫ്രണ്ടോ ബാക്കോ? രണ്ടും. എനിക്ക് ഫ്രണ്ടിനെക്കാട്ട് ഇഷ്ടപ്പെട്ടത് ബാക്ക് ഒരു കോർണർ, ഭയങ്കര എലഗന്റ് ആയിട്ടുള്ള ആ ഒരു ലുക്കാണ് ഏറ്റവും അട്രാക്ട് ചെയ്തത്. ഓവർ ഡിസൈൻഡ് ആണോ എന്ന് ചോദിച്ചാൽ ഓവർ ഡിസൈൻഡ് ആണെന്ന് പറയാം. നോർമൽ ആകും. പക്ഷെ ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് ഉള്ള ഒരു ഡിസൈൻ ആകുമ്പോൾ എനിക്ക് അത് തന്നെ വേണമെന്ന് തോന്നി.
ഹാരിയർ EV ഈ ഒരു ഇപ്പൊ എനിക്കൊന്ന് ഇതാ പ്രശ്നം, ഈ Sorry, വേറെ യൂട്യൂബറിന്റെ ചോദ്യം ചോദിച്ചുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ചോദ്യം എനിക്കൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, പുള്ളി ചോദ്യം ചോദിക്കും, പുള്ളി തന്നെ ആൻസറും പറയും. ഓക്കെ അടുത്തതിലേക്ക് സെയിം മെയിൻ കാര്യം പറയുകയാണെങ്കിൽ ഡിസൈൻ കൊണ്ടാണ് ഇതിലേക്ക് വന്നത്, വേറെ ഇതൊന്നും നോക്കാതെ. പിന്നെ ഡിസൈൻ മാത്രമല്ല, വേറെ കുറെ കാരണങ്ങളുണ്ട്. ഞാൻ ചോദിക്കാം, എനിക്ക് എന്തെങ്കിലും ഒരു പണി തരും വഴിയെ ചോദിക്കാം. അല്ല, എന്തുകൊണ്ട് പാക്ക് 2 എടുത്തു, പാക്ക് 3 എടുക്കാതെ എന്തുകൊണ്ട് പാക്ക് 2 എടുത്തു? പാക്ക് 3 31 lakhs ആയിരുന്നു ഓൺ റോഡ് വരുന്നത്. അപ്പൊ 31 lakhs ബഡ്ജറ്റ് എനിക്കില്ലായിരുന്നു ശരിക്കും. ഞാൻ പ്രമുഖ യൂട്യൂബറിന് ബഡ്ജറ്റ് ഇല്ലെന്നോ? 18 lakhs തുടങ്ങിയ പ്ലാനിങ് ആണ് വണ്ടി എടുക്കുന്നത്. 15 lakhs ആയിരുന്നു, അത് 18 എന്ന് പറയുന്നത് നമ്മൾ വിൻസറിന്റെ ബഡ്ജറ്റ് അന്നുണ്ടായിരുന്ന ടോപ്പ് വേരിയന്റ് 18 lakhs ആയിരുന്നു. അതിൽ നിന്ന് ഇതിന്റെ പാക്ക് 1 അതായത് 22-23 ആക്കാമെന്ന് വിചാരിച്ചാണ് 18 23 ജമ്പ് ചെയ്തു. പിന്നെ 26 ജമ്പ് ചെയ്തു പാക്ക് 2 വീണ്ടും 32 വരെ പോകാനുള്ള ബഡ്ജറ്റ് പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇത് ഓൺ റോഡ് എത്രയെന്ന് പറഞ്ഞേ? ഇതിന് 26 ആണ് ഓൺ റോഡ് ആയത്. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞിരുന്നല്ലോ 18 lakhs 24 ആയി. ഇപ്പൊ 32 വരെ പോകാനുള്ള ബഡ്ജറ്റ് ഇല്ലായിരുന്നു. സോ 26 lakhs. പിന്നെ ഞാൻ നോക്കിയപ്പോൾ പാക്ക് 3 എടുക്കാഞ്ഞതിന്റെ കാരണങ്ങൾ, പാക്ക് 3 കൊടുത്തിരിക്കുന്ന കുറെ ഫീച്ചേഴ്സ് ഉണ്ട്, അടിപൊളി ഫീച്ചേഴ്സ് ഒക്കെയാ. എനിക്ക് കമ്പയർ ചെയ്ത് പറയാം. നമുക്ക് ഒരു സൈഡിൽ നിന്ന് എനിക്ക് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് പാക്ക് 3 നിന്ന് നമ്മുടെ പാക്ക് 2 വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ളത് C ഷേപ്ഡ് DRL അല്ല പാക്ക് 2 വന്നിരിക്കുന്നത്. മറ്റേ ഇവിടെ വരെ നമ്മൾ എപ്പോഴും കാണാറുള്ള ഓൺ ആക്കി കാണിച്ചാൽ അപ്പൊ ഒരു ഐഡിയ കിട്ടുമല്ലോ, അവർക്ക് കാണിച്ചു കൊടുക്കാം. ഡ്രൈവർ സീറ്റ് ഇപ്പുറത്ത്, ഗൾഫിലാണ്. എന്ത് ചെയ്യാൻ, എപ്പോഴും ടെമ്പർ രജിസ്ട്രേഷനിലാണ് ഓടുന്നത്. എന്തോ വലിയ നമ്പറൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്ത് വേണം ദൈവം തമ്മിൽ തന്നെ അറിയാം. ഓക്കെ, എഞ്ചിൻ ഓണാക്കണമെന്നില്ല കേട്ടോ. ഈ വണ്ടിയിൽ ഞാൻ വന്നപ്പോൾ ഞെട്ടിയ കാര്യം, ഇതിൽ എഞ്ചിൻ തോറ്റു പോകുന്ന രീതിയിൽ എക്സോസ്റ്റ് നോട്ട് ഉണ്ട്. ഞാൻ അത് കേൾപ്പിച്ചത് നിങ്ങളെ. അങ്ങോട്ട് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ കുറച്ചൊന്ന് കറങ്ങി, കുറച്ച് നേരമായിട്ട് കറങ്ങുന്നുണ്ടായിരുന്നു. ഫുഡൊക്കെ അടിക്കാൻ പോയിട്ട് കറങ്ങി. എന്ത് ആ സൗണ്ട് ഇട്ട് ഓടിക്കാൻ നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. ഞങ്ങളത് കാണിച്ചു തരാം. ഓക്കെ, അതിൻ്റെ ഫ്രണ്ടിലത്തെ ലൈറ്റ് ഓൺ ആക്കുമ്പോൾ ഫ്രണ്ടിലത്തെ ലൈറ്റ് ഓണാക്കുമ്പോൾ കാണാം നിങ്ങൾക്ക് C ഷേപ്ഡ് അല്ല വന്നിരിക്കുന്നത്, ജസ്റ്റ് ഇത്ര ഉള്ളൂ DRLs വന്നിരിക്കുന്നത്. മറ്റേതാണെങ്കിൽ സാവട്ടും കൂടെ ഇവിടെ വരെ വന്നേനെ. അത് എനിക്ക് ഇഷ്ടമായിരുന്നു ആദ്യം വണ്ടി എടുക്കാൻ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇത് എടുത്തു കഴിഞ്ഞിട്ടാണോ ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞതോ? അല്ല, C ഷേപ്ഡ് അല്ല എന്നുള്ളത് അവരുടെ ബ്രോഷേഴ്സ് ഫോളോ ചെയ്യില്ല, അപ്ഡേറ്റഡ് ബ്രോഷേഴ്സ് വരുമ്പോൾ എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇതല്ല എന്നുള്ളത് ആദ്യമേ അറിയായിരുന്നു. പക്ഷെ ഷോറൂം എങ്ങനെ ആയിരിക്കും, C ഷേപ്ഡ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ എങ്ങനെ ആയിരിക്കും എന്ന് അറിയില്ല. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത്രേ ഉള്ളൂ. അപ്പം ഇതെനിക്ക് ഓക്കെ ആയി. പിന്നെ വേറെ ബാക്കി വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. വേറെ ഒരു വ്യത്യാസം 360 ക്യാമറയുടെ ഇതിന് വന്നിട്ടില്ല. നമുക്ക് 360 ക്യാമറ മിസ്സിംഗ് ആണ് മെയിൻ ആയിട്ട്. അഡാസിന്റെ ലെവൽ 2 ഒരു ഫീച്ചർ, ഒരു റഡർ ക്യാമറ ഉണ്ട്, സെൻസർ ഉണ്ട്. ഒരു നോർമൽ 700 ഫീച്ചേഴ്സ് എല്ലാം ബേസിക് അഡാറിന് എല്ലാം കിട്ടും. ബേസിക് അഡാസ് ലെവൽ 2 എല്ലാ ഫീച്ചേഴ്സും കിട്ടും. സ്റ്റോപ്പ് ആൻഡ് ഗോ എല്ലാം ഉണ്ട്. ലൈൻ കീപ്പ് അസിസ്റ്റ്, ലൈൻ കീപ്പ് അസിസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉണ്ട്. ബാക്കി എല്ലാ സംഭവങ്ങളും ആവശ്യമുള്ളതെല്ലാം വരുന്നുണ്ട്. ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. അതിൽ ഒരു ആവശ്യമുള്ള സാധനം ഇല്ല. ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് ഉണ്ട്. ORVM ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ട് ചെയ്യും. അത് ശരിക്കും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ഉള്ള ഒരു സംഭവം. അത് ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അലേർട്ട്, അത് ബ്ലൈൻഡ് സ്പോട്ട് അലേർട്ട് ഇല്ല. എമർജൻസി ബ്രേക്കിംഗ് ഉണ്ട്. എമർജൻസി ബ്രേക്കിംഗ് എല്ലാം ഉണ്ട്. അതിന്റെ ഇതുവരെ ആ ഒരു സീനറിയോ ഞാൻ ഫേസ് ചെയ്തില്ല, അതുകൊണ്ട് അറിയില്ല. അതുകൊണ്ട് എമർജൻസി ബ്രേക്കിംഗ് വർക്ക് ആയിട്ടില്ല ഇതുവരെ. വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ഗ്യാപ്പ് കൊടുത്തിട്ടില്ല. ചെയ്യിക്കാതിരിക്കട്ടെ, അതെ, അങ്ങനെ ഇരിക്കട്ടെ. എനിക്ക് ബാക്കി വണ്ടിയുടെ ചുറ്റിനും ബാക്കിയുള്ള വേറെ വ്യത്യാസങ്ങളുള്ളത് സൈഡിൽ പോകുമ്പോൾ നമുക്ക് ഇതാണ് മെയിൻ വ്യത്യാസം. അതായത് ഈ വ്യത്യാസം ഒറ്റയടിക്ക് കാണത്തില്ല എന്നുള്ളതാണ്. രണ്ടടിക്കും കാണില്ല, കാരണം എടുത്തു പോയി നോക്കണം. ഇത് അലോയ്സ് അല്ല, വീൽ കപ്സ് ആണ് വന്നിരിക്കുന്നത്. അതിന്റെ അകത്ത് സ്റ്റീൽ വീൽസ് ആണ്. പക്ഷെ അലോയുടെ ഡിസൈനിലുള്ള സ്റ്റീൽ വീൽസിന്റെ മുകളിൽ വീൽ കപ്സ് കൊടുത്തിരിക്കുന്നു. ആ സെയിം വീൽ കപ്സ്, ഒരു ബ്ലാക്ക് ലൈൻ കാണും ടോപ്പ് മോഡലിന്, ഇതിന് ലൈൻ ഇല്ല. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതൊരു ഇത് മനസ്സിലാവില്ല, എനിക്കത് പ്രശ്നമില്ല. സൈഡിൽ ഒരു വ്യത്യാസങ്ങളും വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. റിയറിൽ വരുമ്പോൾ നമുക്ക് പിന്നെ ഇവിടെ നമ്മുടെ ഗ്രൂമിംഗ് ഡാൻസ് പരിപാടികൾ ഉണ്ടോ? അതെനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ അല്ല, പ്രാക്ടിക്കലി ആവശ്യമില്ല. നമ്മള് പ്രായവരൊക്കെ എത്ര പേര് കളിക്കാനാണ്. പിന്നുള്ളത് മറ്റേ ഓട്ടോമാറ്റിക് പാർക്കിംഗ്. അത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യാത്തൊരു ഫീച്ചറാണ് ഫ്യൂച്ചറിലും എന്ന് എനിക്ക് തോന്നി. കാരണം ഒരു 1 or 2 minutes വേണം നമ്മൾ അങ്ങനെ പാർക്ക് ചെയ്യണമെങ്കിൽ. അല്ലാതെ പാർക്ക് ചെയ്യണം നമുക്കൊരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് മതി പാർക്ക് ചെയ്യാൻ. അപ്പൊ പിന്നെ ആ ഫീച്ചർ എനിക്ക് ഓക്കെ ആൻ തോന്നി. പിന്നുള്ള ഫീച്ചർ നമ്മുടെ റിമോട്ടിൽ വരുന്ന ആ ഫീച്ചർ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ സ്ട്രെയിറ്റ് മാത്രമേ വരുള്ളൂ, നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കാൻ പറ്റില്ല. അപ്പൊ സ്ട്രെയിറ്റ് അവിടെ കിടക്കുന്ന നേരെ ഇങ്ങോട്ട് വരാം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ അതും എനിക്ക് ഓക്കെ എന്ന് തോന്നി.
പിന്നുള്ളത് പവർ ടെയിൽ ഗേറ്റ്, അതെനിക്ക് വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ ബഡ്ജറ്റ് അത്രയും കയറ്റുന്നില്ല. പിന്നുള്ളത് അതിന്റെ യൂസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇതിന്റെ കുറച്ച് ഹെവിയാണ്. നമുക്ക് ആ ഒരു പൊക്കി കുറച്ചൊരു ഏരിയ ഉണ്ട്, ആ ഒരു ഏരിയയിൽ കുറച്ചൊന്ന് നല്ല വെയിറ്റ് കൊടുത്താലേ കയറി വരുള്ളൂ. ബോഡി ക്വാളിറ്റി അല്ലല്ലേ? ബോഡി ക്വാളിറ്റി അടിപൊളിയാണ്, സൂപ്പർ. അപ്പോൾ അത് ആ ഒരു കാര്യം ഉണ്ടായിരുന്നു. അത്രയും കാര്യങ്ങളാണ് മെയിൻ വന്ന ഫീച്ചേഴ്സ്. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്, അതായത് 360 ഡിഗ്രി ക്യാമറ, ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, വെന്റിലേറ്റഡ് സീറ്റ്സ് മിസ്സിംഗ് ആയിട്ടുള്ളതും വേണ്ടിയിരുന്നതും. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മിസ്സിംഗ് ആയിപ്പോയി. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും മിസ് ചെയ്തത് 360 മാത്രമേ ഉള്ളൂ. വെന്റിലേറ്റഡ് സീറ്റ്സ്, ഇലക്ട്രിക് കാറാണ്, ഫുൾ AC ഇട്ട് തണുത്ത് പൊക്കോളാം. അപ്പോൾ വെന്റിലേറ്റഡ് സീറ്റ്സിന്റെ പർപ്പസ് അതല്ല, പുറമാണ്, എന്തെങ്കിലും അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് എനിക്ക് ആഗ്രഹമുള്ളായിരുന്നു നെക്സ്റ്റ് കാർ എടുക്കുമ്പോൾ അതുണ്ടാവണം. പക്ഷേ അതിനും 32 ലക്ഷത്തിലേക്ക് പോകണം. പിന്നെ അത് സീറ്റ് ഒരു ടൈമിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളൂ. സോ അതും സോർട്ട് ഔട്ട് ചെയ്യാം. ഒരു സമയം മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ, വേറെ ആരും ഉപയോഗിക്കുന്നില്ല. 360 ക്യാമറ മാത്രമാണ് എനിക്ക് മെയിൻ ഒരു മിസ്സിംഗ് ആയിട്ട് തോന്നിയത്. അത് സഹിച്ച് എനിക്ക് നമുക്ക് പുറത്തൊന്നും ചെയ്യാനും പറ്റില്ല. ആരുടെ കമന്റ് കണ്ട് മറ്റേ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ബ്രാൻഡിന്റെ അടുത്ത് പക്ഷേ നല്ലതായിരുന്നു. EV അല്ലായിരുന്നു, അല്ലെ B6 അല്ലായിരുന്നു. കാരണം ഇതിന്റെ ഡിസ്പ്ലേയിലാണ്, ഇതിന്റെ ഹാർട്ട് അതാണ്. അതെടുത്ത് മാറ്റി വേറെ ഡിസ്പ്ലേ വെക്കുന്നത് ഒരിക്കലും പോസിബിൾ അല്ല, പറ്റത്തില്ല. പറ്റില്ല. അത് വണ്ടിയുടെ അല്ല, അതിനകത്താണ് നടക്കുന്നത്. കാരണം ഇത് ടെക് ആണല്ലോ, അത് നടക്കില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ടെക്നോളജിയിൽ അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. ബാക്കി ബഡ്ജറ്റ് വൈസ് നോക്കിയപ്പോൾ 6 lakhs ഡിഫറൻസ് എന്ന് പറയുമ്പോൾ വലിയ ഡിഫറൻസ് ആണ്. അത് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി. അതെ, ആദ്യം ഞാൻ പാക്ക് 1 എബോ ആയിരുന്നു, അതിനകത്ത് അഡാസ് ഇല്ലായിരുന്നു. പക്ഷേ നമ്മുടെ ഫ്യൂച്ചറിൽ റോഡൊക്കെ ബെറ്റർ ആകുമ്പോൾ പിന്നെ വണ്ടി മാറ്റണ്ടല്ലോ എന്ന് വിചാരിച്ച് അഡാസ് ലെവൽ 2 ഉള്ള വണ്ടി തന്നെ എടുത്തു. പിന്നെ പാനോരമിക് മൂൺ റൂഫ് ഉണ്ട്, അപ്പം ആ സംഭവങ്ങളിൽ ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ ഇതിലേക്ക് വന്നു. ചാർജിംഗ് പോർട്ടൊക്കെ ക്ലീൻ ആണല്ലേ? വെള്ളം മഴ ഞാൻ നമുക്ക് മഴയത്താണ് കുത്തിയിട്ടത്. വീട്ടിൽ ചാർജ് ചെയ്തപ്പോൾ, മീൻസ് ഫ്ലാറ്റിൽ താമസിക്കുന്നിടത്ത് ഇട്ടപ്പോൾ മഴ ഉള്ള സമയമായിരുന്നു. മഴയത്ത് ചാർജ് ചെയ്തുകൊണ്ട് പ്രശ്നമില്ല. അകത്ത് മോയ്സ്ചർ ഒന്നും കയറാതെ, അതായത് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചാർജർ എടുത്ത് കുത്താൻ പോകരുത്, നനവോടെ കുത്തരുത്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുത്താൻ പോകരുത്. കുത്തി കഴിഞ്ഞിട്ട് മഴ പെയ്താൽ പ്രശ്നമില്ല എന്നാണ് ഞാൻ കണ്ടത്. അങ്ങനെ പ്രശ്നമില്ല. അകത്തോട്ട് മീൻസ് വാട്ടർ പ്രൂഫ് ആണ്. അതിന്റെ അകത്തോട്ടൊന്നും വെള്ളം മഴ ചെന്ന് കയറത്തില്ല. വലിയ മഴ ഉള്ളപ്പോഴൊന്നും കുത്തിയിടണം. ഷെഡില്ലാത്ത ഏരിയയിലാണെങ്കിൽ ഒരു പ്രശ്നമില്ലെന്നാ? പ്രശ്നമില്ല. ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തായിരുന്നു ഞാൻ കുത്തിയിട്ടത്. ഓക്കെ. ആൻഡ് ചാർജിങ് ടൈം ഒക്കെ കേട്ടെ. ഇത് 59 കിലോവാട്ടിന്റെ ബാറ്ററി വേരിയന്റ് ഉള്ള മോഡലാണ്. ആൻഡ് 79 ഉണ്ട്, 79 ഉണ്ട്. പക്ഷെ അത് യൂസ് ഇല്ലാത്തത് കൊണ്ടാണോ? ഞാൻ ബുക്ക് ചെയ്ത സമയത്ത് 59 ഉള്ളായിരുന്നു. 79 ഞാൻ വണ്ടി കിട്ടുന്നതിന് കുറച്ച് മുമ്പാണ് 79 അനൗൺസ് ചെയ്തത്. ഞാൻ ചോദിച്ചപ്പോൾ വീണ്ടും പുതിയ ബുക്കിംഗ് ഇടണം. പുതിയ ബുക്കിംഗ് ഇട്ട് അടുത്ത വണ്ടി വരുന്നിടം വരെ ഇതുപോലെ മാസങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു 500 കിലോമീറ്റർ ആണ് മറ്റേതിന്, ഇതിന് 400. ഓക്കെ, 100 കിലോമീറ്റേഴ്സ്. സ്ഥിരമായിട്ട് എനിക്ക് ബാംഗ്ലൂർ റൂട്ടോ അല്ലെങ്കിൽ ചെന്നൈ റൂട്ടോ ഒന്നും പ്രത്യേകിച്ചില്ല. എനിക്ക് അത്യാവശ്യം ഒരു കോഴിക്കോട് ടു ട്രിവാൻഡ്രമാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ അതിലെനിക്ക് 400 കിലോമീറ്റേഴ്സ് കൊണ്ട് ഓക്കെ ആണെന്ന് തോന്നി. ഇപ്പൊ അതെനിക്ക് ഒന്നുകൂടെ ഉറപ്പായി, വലിയ പ്രശ്നമില്ല എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ. ചാർജിങ് ടൈം ഒക്കെ എത്ര എടുക്കുന്നുണ്ട്? വീട്ടിലെ ഹോം ചാർജിങ് സിസ്റ്റം അവർ കൊണ്ട് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടില്ല. എവിടെ ചെയ്തിട്ടില്ല? വീട്ടിലിരിക്കുക. എന്ന് വെച്ചാൽ 10 ഡേയ്സിനുള്ളിൽ മഹീന്ദ്ര ടീം വന്ന് ചെയ്യുമെന്നാണ് പറയുന്നത്. ഫ്രീ ഓഫ് കോസ്റ്റ് ആണെന്ന് തോന്നുന്നു. അതെ. അപ്പം അതിൽ 7.2 ആൻഡ് 11.2 ചാർജസ് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഞാൻ 7.2 എടുത്തുള്ളൂ. കാരണം 11.2 എടുത്തു കഴിഞ്ഞാൽ ഒരു 5 hours ഉണ്ടാവും. ഇതെടുത്തു കഴിഞ്ഞാൽ ഒരു 7 hours ഉണ്ടാവും. അപ്പം എന്തായാലും രാത്രി കുത്തിയിടുന്നു, രാവിലെ എടുക്കുന്നുള്ളൂ. അപ്പോൾ 5ഉം 7 എനിക്ക് വലിയ വ്യത്യാസമായിട്ട് തോന്നിയില്ല. യൂസ് ഉള്ളവരുണ്ടാവും, പക്ഷേ എനിക്കത് ഓക്കെ എല്ലാം തോന്നിയിട്ടുണ്ട്. ഞാൻ 7.2 തന്നെ എടുത്തുള്ളൂ. പക്ഷേ ഇപ്പം നിലവിൽ 3.3യുടെ നോർമൽ ലാപ്ടോപ്പ് ചാർജർ പോലത്തെ പോർട്ടബിൾ ചാർജറാണ് യൂസ് ചെയ്യുന്നത്. അതിലെനിക്ക് രാത്രി കുത്തിയിട്ടാൽ രാവിലെ കൊണ്ട് ഒരു 50% ചാർജ് ആവും. 3 കിലോവാട്ട് 1 മണിക്കൂറിൽ. അപ്പം 10 മണിക്കൂറിന് 30 കിലോവാട്ട്. 30 കിലോവാട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 50% വരുമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അത് കിട്ടുന്നുണ്ട്. അതൊക്കെ. പിന്നെ പുറത്ത് ചാർജ് ചെയ്യണമെങ്കിൽ 21.24 rupees ആവും ഒരു യൂണിറ്റിന്. വീട്ടിൽ ചെയ്യണമെങ്കിൽ 7 rupees ഒരു യൂണിറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ വീട്ടിൽ ഈ 60 കിലോവാട്ട് ഉള്ള വണ്ടി ചാർജ് ചെയ്യണമെങ്കിൽ ഫുൾ ചാർജിന് 400 രൂപ സംതിങ്, പുറത്ത് ചെയ്യണമെങ്കിൽ 1400 രൂപ സംതിങ്. ആ ഒരു വ്യത്യാസം വരുന്നു. അതുകൊണ്ട് വീട്ടിൽ സമയം ഉണ്ടെങ്കിൽ വീട്ടിൽ ചാർജ് ചെയ്യുന്നതാണ് ലാഭം തോന്നി. സമയം വേണം. 3 ഫേസിന്റെ കണക്ഷൻ ഉണ്ടെങ്കിൽ 3 ഫേസ് വണ്ടി എടുക്കാറായപ്പോൾ അവർ പറഞ്ഞു വേണ്ട, മീൻസ് പക്ഷേ എസിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഒരു എ സി ഒക്കെ ഉള്ള ഒരു വീട്ടിലാണെങ്കിൽ 3 ഫേസ് ഇല്ലെങ്കിൽ നടക്കുമോ? നമുക്ക് ടോട്ടൽ ലോഡ് നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള എത്ര കിലോവാട്ട് ആണോ അതനുസരിച്ച് ലീഗലി എടുക്കുന്നതാണ് തന്നെ നല്ലത്. അവിടുത്തെ വീട്ടിൽ 3 ഫേസ് ഉണ്ടോ? 3 ഫേസ് അവിടെ വെക്കാനാ പ്ലാൻ? അവിടെ വെക്കാനാ. ഇവിടെ കൊച്ചിയിൽ വെച്ചാലും ഇല്ല, ഞാൻ കാര്യമില്ല. വീട്ടില് വെക്കുന്നുള്ളൂ. ഇടയ്ക്ക് പോകുമ്പോ ചാർജ് ചെയ്തിരിക്കാൻ ലെങ്ത് വൈസ് ആണെങ്കിലും കൊച്ചിയിലൂടെ ഇപ്പൊ ഞങ്ങള് വന്നതെല്ലാം ഉൾവഴിയാണ്. ഉള്ളിൽ കൂടെ ഒക്കെ ഓടിക്കാനുള്ള എക്സ്പീരിയൻസ്, സിറ്റി വിട്ടേക്ക്, ഹൈവേ വിട്ടേക്ക്, ഉള്ളിൽ കൂടെ പൈപ്പ് ലൈൻ റോഡിൽ കൂടെ ഇപ്പൊ വന്നു, ചെറിയ വഴികളിൽ കൂടെ ഒക്കെ വന്നു. വണ്ടി ശരിക്കും വിട്ട് കുറച്ചുകൂടെ കൂടുതലുണ്ട്. ഇപ്പൊ ഫോർച്യൂണറിനെക്കാട്ടിലും ഓൺ പേപ്പർ കൂടുതലുണ്ട്.
പക്ഷെ അകത്തിരിക്കുമ്പോൾ അത് തോന്നത്തില്ല. ഇതിന്റെ ടേണിംഗ് റേഡിയസ് അപ്പാരാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ടേണിംഗ് റേഡിയസ്. സ്വിഫ്റ്റ് ആണ് ഞാൻ നോർമലി ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് എനിക്ക് വലിയൊരു എഫേർട്ടോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല. കാരണം സ്റ്റിയറിംഗ് ഭയങ്കര അടിപൊളിയായി, പിന്നെ വണ്ടി ഭയങ്കര സ്മൂത്ത് ആയി. അപ്പോൾ എനിക്ക് ഒരു എഫേർട്ടും പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഫ്രണ്ടിൽ സെൻസേഴ്സ് ഉള്ളത് ഭയങ്കര യൂസ്ഫുൾ ആണ്. മിക്കവാറും മീൻസ് ഞാൻ യൂസർ റിവ്യൂസ് ചെയ്യാറുള്ളപ്പോൾ ആളുകളോട് ചോദിക്കുമ്പോൾ ഫ്രണ്ട് സെൻസേഴ്സ് ഭയങ്കര അനോയിങ് ആണ്, യൂസ് ചെയ്യാറില്ല. കൂടുതൽ പേര് ഒരു 50-60% ആളുകൾ അതാണ് പറയാറുള്ളത്. പക്ഷെ ഈ വണ്ടിയുടേത് അനോയിങ് ആയിട്ടുള്ള നോയ്സ് അല്ല. ആണെങ്കിൽ തന്നെ നമുക്ക് സ്വിച്ച് എല്ലാ വണ്ടിക്കും ഉണ്ട് സ്വിച്ചസ് ഓഫ് ചെയ്യാൻ, പെട്ടെന്ന് ഓഫ് ചെയ്യാം. പക്ഷേ ഇതിന്റെ പ്രോപ്പർ സെന്റിമീറ്റേഴ്സ് അനുസരിച്ച് നമുക്ക് കാണാം. 54 സെന്റിമീറ്റേഴ്സ് ഗ്യാപ്പ് ഉണ്ട്. അതിൽ ഇത്ര 30 സെന്റിമീറ്റേഴ്സ് താഴെ ആണെങ്കിൽ വണ്ടി നിർത്താൻ പറയും. അപ്പൊ അത് കറക്റ്റ് പ്രോപ്പർ ഇതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം അത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പം അതൊക്കെ വന്നപ്പം ഞാൻ വിചാരിച്ചു അപ്പൊ 360 ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. പക്ഷെ 360 ഉള്ളതിനാണ് നല്ലത്. ഇല്ലെങ്കിലും നമ്മൾക്ക് കിട്ടാത്ത മുന്തിരി അപ്പൊ അങ്ങനെ മതിരി. കാരണം ഈ ബോണറ്റ് ഇങ്ങനെ കിടക്കുന്നുണ്ട്, ബോണറ്റിന്റെ ഉള്ളിൽ തന്നെ ഒരു ഏരിയ ഉണ്ട്, ബ്ലാങ്ക് കിടപ്പുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് ബോണറ്റ് പോകുന്നത്. അപ്പൊ ഈ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഇപ്പൊ പുള്ളി ഇരിക്കുന്ന പൊസിഷൻ തന്നെ ഡ്രൈവിംഗ് പൊസിഷൻ ഇങ്ങനെ സ്പോർട്സ് കാർ പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ താഴെ ഫ്രണ്ട് ബമ്പർ കാണാൻ പറ്റാത്ത ഒരു വിസിബിലിറ്റി കിട്ടാലേ കിട്ടുള്ളൂ. പക്ഷെ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ നമുക്ക്. ആ ഒരു കാൽക്കുലേഷൻ എനിക്ക് കിട്ടാൻ ഒരു 2 ദിവസം പോലും എടുത്തിട്ടില്ല. ഓക്കെ ആയി, കിട്ടിയിട്ടുണ്ട്. ഇത് ഇതുവരെ വലിയ പ്രശ്നം. 360 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിട്ട് ആ സൈഡ് നമ്മൾ എഴഞ്ഞു പോകുന്ന സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ എടുത്തോണ്ട് പോകാമായിരുന്നു. പിന്നെ 360 ക്യാമറ ഉള്ള മോഡൽസിന് അടിപൊളി ക്വാളിറ്റിയാണ്. ഇതിന്റെ ക്യാമറ ക്വാളിറ്റി ശോകമല്ല, അടിപൊളിയല്ല. ഓക്കെ അത്രേ ഉള്ളൂ. യെസ്, ഓക്കെ. നമുക്ക് ഇനി ഈ കാറിന്റെ അകത്തിരുന്നിട്ട് ബാക്കി വിശേഷങ്ങൾ നോക്കാം. അകത്ത് കയറുന്നതിന് മുമ്പ് ഡ്രൈവിംഗ് സീറ്റിൽ എന്തൊക്കെയാണ് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതിന്റെ ഹാൻഡിലൊക്കെ നിങ്ങൾക്ക് അറിയാലോ, നോർമൽ അതുപോലെ തന്നെയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. കളർ തീം ആണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളാണെങ്കിലും സെയിം ആണ്. ഇവിടെ ആണെങ്കിലും സീറ്റിന്റെ ആണെങ്കിലും എല്ലാ സംഭവങ്ങളും സെയിം ആണ്. പക്ഷേ ഒറ്റ കാര്യം ഏറ്റവും കൂടുതൽ മിസ്സിംഗ്, ഇവിടെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റില്ല. ഇത് മാത്രമാണ് ഈ ഒരു സീറ്റിന്റെ കംഫോർട്ടിൽ നമുക്ക് മിസ്സിംഗ് ഉള്ളത്. പിന്നെ വെന്റിലേറ്റഡ് അല്ല, അത് പിന്നെ കുഴപ്പമില്ലാന്ന് ഞാൻ പറഞ്ഞു. ഇലക്ട്രിക് അല്ലാത്തതിന്റെ പ്രശ്നമുണ്ട്. പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റും പ്രോപ്പർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം പ്രോപ്പർ ആയിട്ടുണ്ട്. അതിന്റെ പ്രശ്നമൊന്നുമില്ല. അങ്ങനത്തെ കാര്യങ്ങൾ കയറുന്ന പൊസിഷൻ ആണെങ്കിൽ ഇരിക്കുന്ന പൊസിഷൻ ആണെങ്കിൽ എല്ലാം അടിപൊളി. സപ്പോർട്ടൊക്കെ സെറ്റ് ആണ്, എല്ലാം സെറ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഞാൻ ഇനി അകത്ത് കയറട്ടെ. തോന്നി ഇത് കണ്ടോ, സീറ്റ് മുന്നോട്ട് ഇട്ടേക്കുന്നുണ്ടാണ്. ഓക്കെ, കണ്ടോ തലയിടിക്കുന്നുണ്ട്. ഇങ്ങനെ തട്ടി കയറുന്ന ഒരു ഫീൽ ഉണ്ട്. സൈസ് ഉള്ളതുകൊണ്ടായിരിക്കാം, ഇങ്ങനെയൊക്കെ സൈസ് ഉള്ളതുകൊണ്ടായിരിക്കാം. ഓക്കെ, അകത്ത് കയറി കഴിയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വണ്ടിയുടെ ഇഷ്ടം എന്ന് പറയുന്നത് കോക്പിറ്റ്. ഈ വ്യൂ, ഈ കാണുന്ന ഭയങ്കര വേറെ ഏതോ വലിയ ആ ടെർബോ ഒന്ന് ഓഫ് ചെയ്ത് നോക്കൂ പ്ലീസ്. ടെർബോ ഉണ്ടെന്ന് പറഞ്ഞു. ലൈക്ക് ഇതിന്റെ ഒരു ഇന്റീരിയറിലെ ആ ഒരു എന്താ പറയാ, ആ ഒരു കളർ തീം ആണെങ്കിലും ആ ഒരു കുറെ സംഭവങ്ങളുണ്ടല്ലോ, എലമെന്റ്സ് ഉണ്ടല്ലോ ഒരു പ്രീമിയം ആക്കാൻ വേണ്ടി, അതൊക്കെ അതൊട്ടും കുറച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഈ കാണുന്ന സ്ക്രീൻ ആണെങ്കിലും ഫുൾ ഓപ്ഷനിലുള്ള അതേ സ്ക്രീൻ തന്നെ വന്നിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ പ്രോസസറിൽ വ്യത്യാസമുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്തില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ലാഗോ ബഗ്ഗോ ഒന്നും ഇല്ലാത്ത അടിപൊളി ഡിസ്പ്ലേസ് ആണ്. നല്ല യൂട്യൂബ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ക്വാളിറ്റിയാണ്. ഞാൻ വിചാരിച്ചു, അപ്പൊ ഞാൻ നോക്കുമ്പോ ഫോണിന്റെ വലുപ്പത്തിൽ നമുക്ക് കാണുള്ളായിരിക്കും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ഇത് ഇപ്പം നമ്മള് ഫോൺ സ്ക്രീൻ വലുതാക്കി കഴിഞ്ഞാൽ സ്ക്രീനെക്കാട്ടി ഇത്രയും വലുതായിട്ട് നോർമൽ ഒരു ടി വി ചെറിയൊരു ടാബ്ലറ്റ് യൂസ് ചെയ്യുന്ന പോലെ നല്ല ക്വാളിറ്റി ഉള്ള. ഇതിപ്പോ നല്ല ചുട്ട വെയിലത്താണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റും ഇതിനകത്തൂടെ തന്നെ മനസ്സിലാക്കാം. ക്ലസ്റ്ററിലാണെങ്കിലും എനിക്ക് പൊതുവെ ഇങ്ങനെയുള്ള ക്ലസ്റ്റർ എനിക്ക് അത്രയും പ്രാക്ടിക്കൽ എനിക്ക് എങ്ങനെ അറിയത്തില്ല. ഗ്ലെയർ അടിക്കാറുണ്ടോ, എങ്ങനെയുണ്ട് ക്ലസ്റ്ററിന്റെ കാര്യം പറയും. ഇത് ഈ വണ്ടി ഇറങ്ങിയപ്പോഴേ ഞാനും യൂസർ റിവ്യൂസ് ചെയ്തപ്പോൾ റിഫ്ലക്ഷൻസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് റിഫ്ലക്ഷൻസ് ഒരു പ്രശ്നമായിട്ട് തോന്നിയില്ല ഇതുവരെ. ഇപ്പൊ ഞാൻ അത് മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ റിഫ്ലക്ഷൻസ് ഒക്കെ കാണും. ചിന്തിക്കാൻ പോയില്ല, അല്ല നോർമലി ഇപ്പൊ റിഫ്ലക്ഷന്റെ കേസിൽ നമുക്ക് ഇവിടുത്തെ റിഫ്ലക്ഷൻ മെയിൻ റിഫ്ലക്ഷൻ വരുന്നത് ഈ സാധനം ആ ഒരു ഗ്ലാസിന്റെ ഇങ്ങനെ പോകുന്നുണ്ട്. അത് ആണ് റിഫ്ലക്ഷനിലോട്ട് കറക്റ്റ് നമുക്ക് കാണുന്നത്. പക്ഷെ എനിക്ക് വലിയ പ്രശ്നം തോന്നുന്നു, നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്ത് നോക്കാത്തതുകൊണ്ട്. ഇപ്പൊ ഞാൻ അതേന്ന് പറഞ്ഞ ഫോക്കസ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് റിഫ്ലക്ഷൻ ഉണ്ടോ എന്ന് വെച്ച് ഓടിച്ചു അതേ കാണുള്ളൂ. സോ അതങ്ങനെ പ്രശ്നം എനിക്ക്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഈ ഒരു ഏരിയയിൽ ഇത് നമുക്കിപ്പം സാധാരണ വണ്ടിയിൽ ഇവിടെ ഒരു കവറേജ് കാണുമല്ലോ, ലൈക് നോർമൽ വണ്ടി അതിന്റെ അകത്തായിരിക്കും ഡിസ്പ്ലേ വരുന്നത്. അപ്പൊ ആ ഡിസ്പ്ലേ ആ ഒരു കവറേജ് ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ക്ലസ്റ്ററിൽ തോന്നിയിട്ടില്ല? നല്ല നട്ടുച്ച വെയിലത്ത് ഒരു പ്രശ്നമില്ലാതെ വെയിലിന്റെ ക്ലിയർ ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ എത്ര വെയിലത്താണേലും കാണാം. പിന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഒന്നും ഇല്ല ഇതിന്, അതിനൊന്നും ആവശ്യമില്ല, കുഴപ്പമില്ല. അതും വേണ്ടെന്ന് വെക്കാം. സീറ്റിന്റെ കംഫർട്ട് കുറെ ദൂരമൊക്കെ യാത്ര ചെയ്തിട്ട് കംഫർട്ട് ഡ്രൈവറിനും കോ പാസഞ്ചറിനും യാതൊരു പ്രശ്നമില്ല, പക്കയാണ്. റിയർ സീറ്റില്
പക്കയല്ല, ഓക്കെയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ഫുള്ളി പാക്ഡ് ആയിട്ടാണ് വന്നത്. അപ്പോ നമ്മള് കാല് ഇങ്ങനെ വെക്കേണ്ടി വരും ബാക്കിൽ ഇരിക്കേണ്ട. സോറി, ഇത് ഞാൻ ഒത്തിരി സീറ്റ് ഇത്ര വെക്കണ്ട. എന്നാലും കുറച്ച് ഇപ്പൊ തൈ സപ്പോർട്ട് വളരെ കുറവായിരിക്കാം. പക്ഷെ അത് വലിയ കൺസേൺ ഇപ്പോഴല്ല. ഈ കാര്യങ്ങൾ ഓരോന്നോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. നേരത്തെ ഉള്ള വണ്ടികൾക്ക് ഇതൊന്നും ഇല്ലാത്ത വണ്ടികൾ അപ്പം വലിയ പ്രശ്നമായിട്ടൊന്നും ഇല്ല. പിന്നെ കുറച്ച് സ്റ്റിഫാണ്, ബെൽറ്റ് ഒക്കെ ഇട്ട് ഇരിക്കുന്നതാണ് ബെറ്റർ. പക്ഷെ ബോഡി റോളിംഗ് എന്നുള്ളൊരു സംഭവം ഇതിനകത്ത് വലുതായിട്ട് വരുന്നില്ല. കാരണം ഞാൻ മീൻസ് പുല്ലാട് നമ്മുടെ കറുകച്ചാൽ മല്ലപ്പള്ളി റൂട്ടൊക്കെ ഉണ്ട്, കുറച്ച് കേവ്സ് ഒക്കെ ഉള്ള കുറെ റോഡ്സ് ആണ്. ആ റോഡ്സിലൊക്കെ പോയപ്പോൾ ഞാൻ നല്ല ഒരു 70 അല്ലെ ഒരു 60 km/h സ്പീഡിൽ പോയിട്ടും വലിയ ഒലച്ചിലൊന്നും ബാക്കിലിരിക്കുന്ന ആൾക്കും വലിയ പ്രശ്നം വന്നില്ല. ബോഡി റോളിംഗ് ഇഷ്യൂ ഇല്ല, മീൻസ് അങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ടില്ല. സോ ആ ഒരു കാര്യത്തില് പ്രശ്നമില്ല. ഇവിടെ നമുക്ക് സൺറൂഫിന്റേത്, പിന്നെ റിയർ സീ ക്യാമറ പെട്ടെന്ന് കാണണമെങ്കിൽ ഇതിൽ ക്യാമറയുടെ ക്വാളിറ്റി നോക്കിയോളൂ. ക്യാമറയുടെ ക്വാളിറ്റി അത്ര ഒരു ക്രിസ്മസ് ഇല്ലല്ലോ. പിന്നെ നമ്മുടെ ഡോർ തുറക്കുമ്പോൾ ലൈറ്റ് വേണോ വേണ്ട, പിന്നെ ഹസാർഡിന്റെ ബട്ടൺ, പാസഞ്ചർ എയർ ബാഗ്, കോക്പിറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇത് ഡിസൈൻ ഒന്നും അവർ മാറ്റിയിട്ടില്ല അല്ലേ? ഇങ്ങനെ പ്രസ് ജസ്റ്റ് ബാക്കിലോട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ മുകളിൽ ബ്ലാക്ക് വൈറ്റ് ആണ്. പാക്ക് 2 മാത്രമാണ് വൈറ്റ്, പാക്ക് 3 ബ്ലാക്ക് ആണ് വന്നിരുന്നത്. അപ്പൊ എനിക്ക് പേഴ്സണലി വൈറ്റ് ആണ് ഇഷ്ടം. അതെനിക്ക് ഇതില് സർപ്രൈസിംഗ്ലി ആണ് ഇത് കിട്ടിയത്. പിന്നെ പാക്ക് 2 എടുത്തപ്പോ കിട്ടിയ ഒരു കാര്യമാണ് ഇതിന്റെ സ്വിച്ചസ് ആണ്. പാക്ക് 3 ഇത് മൊത്തം ഫെദർ ടച്ചസ് ആണ്. സോ അത് നമ്മൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ മോഡലായിട്ട് പോലും എനിക്ക് സിംഗിൾ പെഡൽ ഡ്രൈവിംഗിന്റെ ബട്ടൺ ഇതെനിക്ക് തന്നെ 2-3 പ്രാവശ്യം എനിക്കായി. പക്ഷെ ബൂസ്റ്റ് മോഡ് അങ്ങനെ ആയില്ല. കാരണം ബൂസ്റ്റ് മോഡ് കുറച്ച് നേരം ഹോൾഡ് ചെയ്തേ ആവുള്ളൂ. അതങ്ങനെ ഇത്ര പെർസെന്റേജ് മണ്ടയ്ക്ക് ബാറ്ററി വേണമെന്നില്ലേ? 20% 20 മുകളിൽ ഉണ്ടെങ്കിലേ ആവുള്ളൂ. പക്ഷെ ഈ സ്വിച്ചസ് വന്നത് ഭയങ്കര അടിപൊളി. പ്രസ് ചെയ്താലേ ആവുള്ളൂ, നോർമൽ സ്വിച്ചസ്, നല്ല ക്വാളിറ്റി ഉള്ള സ്വിച്ചസാ. പിന്നെ വണ്ടി അന്ന് വന്നിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് ഇന്നും ക്വാളിറ്റി കാണില്ല, ഇങ്ങനെ പ്രശ്നമായിരിക്കും. പക്ഷെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ ഇങ്ങനെ പ്രശ്നമൊന്നുമില്ല. കുറച്ച് പാനൽ ഗ്യാപ്സ് ഒക്കെ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ പറയാം. ഇന്ത്യൻ വണ്ടികളല്ലേ, ചൈനീസ് ആണെങ്കിൽ നോട്ടീസബിൾ മീൻസ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. സ്റ്റിയറിംഗിൽ ഈ ഭാഗം ഒരു ഗ്ലോസി ബ്ലാക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷിലല്ലേ, അതെങ്ങനെയുണ്ട്? സ്ക്രാച്ച് ആവുന്നുണ്ടോ എന്ന് തോന്നുന്നു. സ്ക്രാച്ച് മീൻസ് നമ്മുടെ നഖമൊന്നും കൊള്ളാനുള്ള സാഹചര്യം വരുന്നില്ല, വലിയ നഖം അല്ല എന്നുണ്ടെങ്കിൽ. ലേഡീസ് ഓടിക്കുവാണെങ്കിൽ ഫ്യൂച്ചറിൽ ലേഡീസ് ഓടിക്കുവാണെങ്കിൽ വളയുള്ള കൈയിട്ട് ഹോൺ അടിക്കുമ്പോൾ അല്ലെങ്കിൽ വാച്ചിട്ട കൈയിട്ട് ഹോൺ അടിക്കുമ്പോൾ വരാം. അപ്പൊ അത് തടയാൻ എന്ത് ചെയ്യും? ടാറ്റ പോലെ തന്നെയല്ലേ ഈ ചെറിയ സ്ക്രാച്ചസും ഇങ്ങനെ ചെറിയ പൊട്ടും ഒന്നും ഞാൻ വലുതായിട്ട് കെയർ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക്. കാരണം നമ്മൾ വണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ഒരു കമന്റ് വരും, പൊന്നെ കള്ളയെന്ന് പറഞ്ഞ് ഓടിക്കും, ബാക്കി കാര്യങ്ങൾ. അപ്പം ചെറിയൊരു സ്ക്രാച്ച് വരുന്നത് നമ്മൾ പേടിച്ച് ഇരിക്കാതെ എന്തായാലും ഒരു കോട്ടിങ് റോഡിൽ ഇറക്കത്തില്ലല്ലോ. ഇപ്പൊ ഇങ്ങനെ ചില ഭാഗങ്ങളുണ്ട് കോട്ടിങ് ചെയ്യാൻ പറ്റാത്ത അങ്ങനത്തെ ഉള്ള ഉണ്ടാവും. മീൻസ് അങ്ങനെ അതുപോലെ ഇപ്പം ഞാൻ ചെറിയ സ്വിഫ്റ്റിൽ ചെറിയൊരു സ്ക്രാച്ച് വന്നു, ഞാൻ ഒട്ടനെ കൊണ്ട് റിപ്പയർ ചെയ്യുന്ന ആളല്ല. ഇതിൽ വന്നാൽ ചിലപ്പോൾ റിപ്പയർ ചെയ്യും കേട്ടോ. ഞാൻ ഇപ്പോഴത്തെ മൈൻഡ് സെറ്റ് തന്നെ കുറച്ച് മുമ്പ് പറഞ്ഞു റോഡിൽ കൂടെ പോയി റോഡിൽ ഇറക്കാൻ പേടിയാ, ഒരു വണ്ടി വരുമ്പോഴും പോകുമ്പോഴെന്ന് പറഞ്ഞ ആളായി. അല്ലല്ല, പേടിയാന്നല്ല. ഇന്നലെ എനിക്കൊരു കാര്യം പറഞ്ഞു. ഞാൻ ഫുഡ് കഴിക്കാൻ പോയി, റെസ്റ്റോറന്റിൽ പോയി. ആ റെസ്റ്റോറന്റിൽ പാർക്കിംഗ് ഇല്ലായിരുന്നു. അപ്പൊ വാലെ പാർക്കിങ്ങിന് കീ കൊടുക്കാൻ പറഞ്ഞു. കീ ചോദിച്ച ആള് കണ്ടപ്പം എനിക്ക് ആൾക്ക് കീ കൊടുക്കാൻ തോന്നിയില്ല. കാരണം നല്ല പ്രായമുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ പുള്ളി വലിയൊരു സംഭവമാണെന്നല്ല ഞാൻ പറയുന്നത്. ഒരു EV കാർ ഓടിച്ച് പരിചയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പവർ ത്രോട്ടിൽ കൊടുക്കുമ്പോഴേ പറക്കുന്ന സാധനമാണ് ഇത്. ആൾക്ക് ആ ട്രാഫിക് ബ്ലോക്ക്, ഉരുള റെസ്റ്റോറന്റിലായിരുന്നു കാക്കനാട്, ആ ബ്ലോക്ക് കൺജഷൻ ഇവിടെ ഉള്ളവർക്ക് അറിയാം. അവിടെ ഞാൻ വണ്ടി കൊടുക്കാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ അതുകൊണ്ട് കഴിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം വാലെ പറഞ്ഞു കൊടുക്കാൻ തോന്നിയില്ല. സോ അങ്ങനെ വേറൊരാൾക്ക് വണ്ടി കൊടുത്തു വിടാൻ നമുക്ക് അതൊരു പരിചയം ഇല്ലാത്ത ഒരാളാണ്. ശരിക്കും അവര് നല്ല ഡ്രൈവേഴ്സ് ആയിരിക്കാം, പക്ഷെ എനിക്ക് ഉള്ളിലൊരു പേടി എപ്പോഴും കാണും. അപ്പം നമ്മള് എനിക്ക് അങ്ങനെ കൊടുക്കാൻ തോന്നിയില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും. അല്ലാതെ ചെറിയൊരു ഹെയർലൈൻ സ്ക്രാച്ച് വന്നു എന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ചിട്ട് കാര്യമില്ല. കോട്ടിങ് ചെയ്യുന്നുണ്ട്, എന്തായാലും കോട്ടിങ് ചെയ്യും. അപ്പൊ കോട്ടിങ് ചെയ്യുമ്പോൾ എന്തായാലും അത് സോർട്ടഡ് ആവുമല്ലോ. ഇവിടുത്തെ ആക്സിലേറ്റർ കാര്യങ്ങളൊക്കെ ചെളിയായിരിക്കുകയാണ്. ഞങ്ങളിപ്പം ഷൂട്ട് ചെയ്യാൻ ഒരു പ്ലാനും ഇല്ല. ആക്ച്വലി ഞാൻ വേറൊരു പരിപാടിക്ക് വേണ്ടി വന്നപ്പോ വിളിച്ച് ഞങ്ങൾ കറങ്ങി. വേറൊരു പരിപാടി എന്താണെന്നുള്ളത് കാണാം നിങ്ങള്. അതെ, ഇതുപോലൊരു വീഡിയോ മിക്കവാറും കാണണ്ടേ. അതെ, പക്ഷെ സ്വാപ്പ് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പൊ എന്ത് ടോയ് ചെയ്യാനുള്ള ചാർജ് തീർന്നോ?
ഞാൻ വിളിച്ചല്ലത്. ഇതാരും വിളിച്ച വണ്ടി ടോയ് ഉള്ള വണ്ടിയൊക്കെ അതെ. നമുക്ക് എത്ര പെർസെന്റ് ചാർജ് ഉണ്ട്? നമ്മുടെ അല്ല, നമുക്ക് 71% 323 ഉണ്ട്. ഓ 75%, 323 കിലോമീറ്റർ ഓടും. ഈ റേഞ്ചിന്റെ കാര്യത്തിൽ ഞാൻ ലാസ്റ്റ് ഒരു ട്രിവാൻഡ്രം ഡ്രൈവ് പോയായിരുന്നു. സോ ഈ വണ്ടികൾ മീൻസ് ഇലക്ട്രിക് നേരത്തെ റിവ്യൂ ചെയ്യുമ്പോൾ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ചാർജിങ്ങിൽ ഇത്രയും കാണിക്കില്ല, പിന്നീട് ചാർജ് ചെയ്യുമ്പോൾ. അപ്പം ഞാൻ ആദ്യം 100% ചാർജ് ചെയ്തപ്പോൾ എനിക്ക് 360 എങ്ങാണ്ടാണ് 100% റേഞ്ച് കാണിച്ചത്. 80% ആണ് ഞാൻ ചെയ്തു. രാവിലെ 80 ഉണ്ടായിരുന്നു. 80 ഉണ്ട്. എനിക്ക് 400 അടുപ്പിച്ച് ചാർജ് കാണിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി അതൊരു ഓടി വരുമ്പോൾ അത് കാണിക്കും എന്നുള്ളത്. ഡിഫോൾട്ടിൽ ഓടിച്ച് അത്യാവശ്യം മെനയായിട്ട് ഓടിച്ചാൽ പറ്റും. ഡിഫോൾട്ട് ഈക്കോ മോഡ്, അതായത് റേഞ്ച് മോഡ് ആണെങ്കിൽ പോലും നല്ല റേഞ്ച് കിട്ടും, മീൻസ് പെർഫോമൻസ് കിട്ടും. സോ റേഞ്ച് മോഡ് നമ്മളെ മടുപ്പിക്കുന്നില്ല. പക്ഷെ റേഞ്ച് മോഡ് ഇടുമ്പം റേഞ്ച് കുറവാണ് എനിക്ക് കാണിക്കുന്നത്. 380 കാണിക്കുന്നെങ്കിൽ റേഞ്ച് മോഡ് ഇടുമ്പോൾ 320 കാണിക്കുന്നുള്ളൂ. അതെന്തോ ഗ്ലിച്ചോ അല്ലെ സോഫ്റ്റ് മീൻസ് ഓടി മീൻസ് വണ്ടിക്ക് പഠിക്കണമല്ലോ ഈ വണ്ടി ഡ്രൈവർ എങ്ങനെയാണ് ഓടിക്കുന്നത്. മീൻസ് വണ്ടി ഒന്ന് ഡ്രൈവിംഗ് സ്റ്റൈൽ. ഇപ്പം നമ്മൾ ആദ്യമേ കിലോമീറ്റർ പെർ ലിറ്ററിന് പകരം കിലോവാട്ട് ആണ് കാണിക്കുന്നത്. അപ്പൊ അത് ആദ്യമേ ആക്യുറേറ്റ് ആയിട്ട്, കുറച്ച് ഓടി കഴിയുമ്പോഴാണ് ആക്യുറേറ്റ് ആയിട്ട് ഇത് കാണിക്കുന്നത്. അപ്പൊ കുറച്ചാൾ കഴിയുമ്പോൾ അത് കറക്റ്റ് കാണിക്കും എന്നുള്ളതാണ്. അപ്പം ഞാൻ റേഞ്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാൻ അന്ന് വളരെ അങ്ങോട്ട് പോയത് ഓക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് കഴക്കൂട്ടത്ത് ഒരു 2 hours 2.5 മണിക്കൂർ ബ്ലോക്ക് കിട്ടി. 2.5 മണിക്കൂർ ബ്ലോക്ക് കിട്ടിയിട്ട് എനിക്കൊരു ആങ്സൈറ്റിയും വന്നില്ല. 100%ലാണ് പോയത്. അവിടെ ചെന്ന് ബ്ലോക്കും കഴിഞ്ഞ് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴക്കൂട്ടം സ്റ്റേഡിയത്തിൽ പോയി എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പത്തനംതിട്ട വന്നപ്പോഴും എനിക്ക് 30%ഓ 40% എന്തോ ചാർജ് ഉണ്ടോ. എനിക്കൊരു ആങ്സൈറ്റിയും വന്നില്ല. സിറ്റി കിടന്നിട്ടും വളരെ ശോകമായിട്ടൊന്നും ചാർജ് താന്നു പോയില്ല. അപ്പൊ അത്രയും പിന്നെ തിരിച്ചു വന്നപ്പം ചാർജ് തീർക്കാൻ വേണ്ടി 10% താഴെ ആക്കാൻ വേണ്ടി റേഞ്ച് ടെസ്റ്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാനൽ നോക്കിയാൽ കാണാതെ. അപ്പൊ അത്രയും ആക്കാൻ വേണ്ടി 9% ചാർജ് ആക്കി. കഷ്ടപ്പെട്ടാണ് ഞാൻ വരെ എത്തിച്ചത്. തീർക്കാൻ വേണ്ടി ആക്കി. അപ്പൊ തന്നെ 350 കിലോമീറ്ററിന് മുകളിൽ കിലോമീറ്റർ ഓടി. എത്രയായിരുന്നു കറക്റ്റ് ഓർക്കുന്നില്ല, അത്രയും കിലോമീറ്റർ ഓടി. അപ്പൊ എനിക്ക് മനസ്സിലായി മര്യാദയ്ക്ക് ഓടിച്ചാൽ 400 കിട്ടും, സൂക്ഷിച്ചോടിച്ചാൽ 420 450 കിട്ടും. മാക്സിമം എത്ര കിട്ടും എന്നുള്ളത് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് വേറെ. അതായത് എത്ര AC ഓഫ് ചെയ്ത് AC ഓഫ് ചെയ്തല്ല, AC ഓഫ് ചെയ്ത നമ്മൾ അന്നത്തേത് ചവിട്ടി പിടിച്ച് ഓടിക്കുന്നു, ഐഡിയൽ ഇട്ടേക്കുന്നു, ട്രാഫിക്കിൽ കിടക്കുന്നു, എല്ലാം കൂടെ കൂട്ടിയിട്ടാണെന്ന് പറഞ്ഞു. AC ഓഫ് ചെയ്തിട്ടില്ല. AC ഓഫ് ചെയ്ത് നമുക്ക് പറ്റില്ലല്ലോ. അപ്പം ഇനി മാക്സിമം നൈസായിട്ട് ഓടിച്ചാൽ എത്ര കിട്ടും എന്നുള്ളത് നോക്കണം. അപ്പൊ ഒരു 400 പ്രതീക്ഷിക്കാം. 400 എന്തായാലും കിട്ടും. നോർമൽ എങ്ങനെ ഏതൊരാളെ ഓടിച്ചാലും 400 കിട്ടും. ഏതായാലും കിട്ടും. പിന്നെ എല്ലാരും പറയുമായിരുന്നു EV വെഹിക്കിൾസ് ഓടിക്കാൻ ഒരു നാക്ക് ഉണ്ടെന്നുള്ളത്. നാക്ക് ഉണ്ട് ശരിക്കും. നമ്മള് ഹൈവേയിൽ പോകുമ്പോൾ ചവിട്ടി പിടിച്ച് വെച്ചോണ്ടിരുന്നാൽ നമുക്ക് റേഞ്ച് കിട്ടത്തില്ല. ഇടയ്ക്ക് കാല് വിട്ട് കഴിഞ്ഞാൽ റീജനറേഷൻ വർക്കായിട്ട് റേഞ്ച് കുറച്ച് കിട്ടുള്ളൂ. കാരണം സിറ്റിയിൽ ഓടിക്കുമ്പോൾ നമ്മൾ റീജനറേറ്റ് ആയി നമുക്ക് റേഞ്ച് കിട്ടും. ഇന്ന് രാവിലെ ഞാൻ എവിടെ ആയിരുന്നു, മഹീന്ദ്ര കളമശ്ശേരി സൈഡ് പോയപ്പോൾ 28% ആയിരുന്നു. ഞാനൊരു 10 കിലോമീറ്റേഴ്സ് ചെന്നപ്പോഴും 28% തന്നെയുണ്ട്. അത് ഒന്നുകിൽ ഗ്ലിച്ച് ആണോ അതോ പ്രോപ്പർ ആയിട്ട് കാണിക്കാഞ്ഞതാണോ. ലെവൽ 2 ആയിരുന്നു. അപ്പോൾ ഭയങ്കര തോട്ടിലൊന്നുമല്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് റീജനറേറ്റ് ആവാനുള്ള ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കൊന്ന് 1% കുറഞ്ഞുള്ളൂ. അപ്പം എനിക്ക് മനസ്സിലായി നോക്കുമ്പോൾ ഭയങ്കര ലാഭം പോലെ ലാഭം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ട്രിവാൻഡ്രം ഞാൻ പോയത്, എനിക്ക് ബസ്സിൽ പോകണമെങ്കിൽ 150 rupees ടിക്കറ്റ് എടുക്കണം. പത്തനംതിട്ടയിൽ നിന്ന് പോകണമെങ്കിൽ തിരിച്ചു വരണേ 150 300. ബൈക്കിന് പോകണമെങ്കിൽ ഒരു 500 രൂപയുടെ പെട്രോൾ അടിക്കണം. ഇതിന് ഞാൻ പോയി B6-ൽ ഞാൻ പോയിട്ട് എനിക്ക് അങ്ങോട്ട് 100 രൂപ ഇങ്ങോട്ട് 100 രൂപ 200 രൂപയുടെ കറണ്ട് മാത്രമേ ആയിട്ടുള്ളൂ. 4 പേർക്കോ. അത് വീട്ടിലിരുന്ന് ചാർജ് ചെയ്യുമ്പോഴാണ് 1 കിലോമീറ്റർ പെർ 1 rupee വരുന്നത്. പുറത്താണ് ചെയ്യുന്നത് 3 rupees കൂട്ടിക്കും 1 കിലോമീറ്ററിന്, 3 ഇരട്ടിയാവും പ്രൈസ്. അപ്പം എന്നാലും അത്രയും ആ ഒരു കൺവീനിയൻസ് കിട്ടുന്നുണ്ട്. പക്ഷെ അതെല്ലാം ടയറിൽ പോകും. ഇതിന്റെ ടയറിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഏറ്റവും കൂടുതലും കൺവീനിയന്റ് വേറെ വരുന്നത് നമ്മൾ ഏതെങ്കിലും ട്രാഫിക്കിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിർത്തിയിട്ടിട്ട് ഇതിപ്പം നിർത്തിയിട്ടിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഐസ് വണ്ടി ആണെങ്കിൽ ഓഫ് ചെയ്ത് വിയർത്ത് കുളിച്ചേനെ. AC ഇട്ട് വീട് പോലെ ഇരിക്കാം. പിന്നെ ട്രാഫിക്കിൽ ഇൻഫോ പാർക്ക് റോഡിൽ നിന്ന് IM ജംഗ്ഷൻ വരെ പോകാൻ, അതായത് 1 കിലോമീറ്റർ പോകാൻ 20 മിനിറ്റ് ഒക്കെ എടുക്കും ചില സമയത്ത്. അപ്പം പെട്രോൾ എരിയുന്നതിന്റെ ഒരു വിഷമം മനസ്സിൽ കാണും. റിലാക്സ് ചെയ്ത് ഒരു പേടിയും വേണ്ട, സുഖമായിട്ടിരിക്കും, ഒരു പ്രശ്നമില്ല. ലൈഫ് കുറച്ചുകൂടി ഈസി ആവും. ലക്ഷറി ആവും. ഇനി പെട്രോൾ അടിക്കണമല്ലോ. ഇപ്പൊ ഞാൻ പമ്പിൽ അവിടെ ചെല്ലുമ്പോ ഇങ്ങനെ ചേട്ടാ ബാത്റൂം ആ അവസ്ഥയാണ്. ഇപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്നത് സെയിം ടച്ച് സ്ക്രീൻ തന്നെയാണ് 12 point. ഇവിടെ ഈ ബ്ലാങ്ക് ഉള്ളത്
പ്രത്യേകിച്ച് ഇവിടെ വേറെ ഒന്നും അല്ല, ഇല്ലല്ലോ. ഇത് രണ്ടും രണ്ട് സ്ക്രീനാ. ഈ ഒരു കൺസോളിൽ കൊടുത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഒന്നും ഇല്ല. പക്ഷേ ഇതിനകത്തൊന്നും ഇല്ല, ഉറപ്പല്ലേ? സ്ക്രീൻ അല്ല അല്ല അല്ല. ഓ, അതിനകത്തൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഈ മറ്റേ AQI ആ സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ. ഈ എന്താ പറയുന്നത്, എയർ പ്യൂരിഫയർ ഇല്ല. അതൊന്നും ഇല്ല, ഇതിനില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വല്ലതും വരും, അങ്ങനെ ഉണ്ടോ? ഇല്ല, ഒന്നും വരത്തില്ല, എക്സ്ട്രാ ഒന്നും വരത്തില്ല. ഇതിനകത്ത് 16 സ്പീക്കർ ഇവിടെയും അവിടെ എവിടെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 16 സ്പീക്കർ പാക്ക് 2 വേരിയന്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. എങ്ങുണ്ടോ അതിന്റെ ഡോൾബി ഇല്ലേ? ഭയങ്കര വലിഫോമണിയാണെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് അത് മെയിൻ കാര്യം. കാരണം അതെ മെയിൻ കാര്യത്തിൽ ഒന്നാണത്. കാരണം 16 ഹർമൻ കാർഡിന്റെ ടോപ്പ് വേരിയന്റിൽ കൊടുക്കുന്ന സെയിം സ്പീക്കർ അവർ പാക്ക് 2 1400 വാട്ട്സിന്റെ തന്നെ കൊടുത്തു. ഒന്ന് കേൾപ്പി, നമുക്കൊന്ന് കേൾക്കാം. അതാണ് അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇത് ബേസ് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് സെറ്റിംഗ്സ് ഉണ്ട്, അതൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഫീൽ ആണ്. മീൻസ് ഇപ്പൊ നമ്മൾ ഓഡിയോ സെറ്റിംഗ്സിൽ നമ്മൾ സൗണ്ട് എക്സ്പീരിയൻസ് ഉള്ളത്, വെന്യൂ സ്പേസ് എന്നുള്ളത് നമ്മൾ ഒരു ഇത് കൊടുക്കാന്ന് വെച്ചോ, സ്റ്റേഡിയം ഫീൽ കൊടുത്തു. ഇനിയും കേൾക്കുന്ന പാട്ടിന് എക്കോ അത് നൈസാണ്. ഓഫ് ചെയ്യുമ്പോൾ അപ്പൊ ഈ എക്കോ ആണ് ത്രൂ ഔട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സ്റ്റേഡിയം കൈ കൊട്ടുന്നതുണ്ടോ? ഇനിയും വേറെ സാധനം ഉള്ളത്, ഓ അതെ, അത് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് റിട്ടേൺ എക്കോ കേട്ടോണ്ടിരിക്കും. ഹലോ ഹലോ പ്രേത വീട്ടിൽ ഹലോ, ഇപ്പോൾ എത്തിയോടെ കയറുന്നുണ്ട്. കേറി കണ്ണാന്ന് ഉറക്ക വിളിച്ച് നല്ല നല്ല ഉള്ളിന്ന് വരട്ടെ, ഉറക്ക വിളി എവിടെ കേൾക്കുന്നുണ്ടോ? ചിരിച്ച് അങ്ങനെ കൈയൊട്ടി ഒറ്റ നമുക്ക് എക്കോ അതേപോലെ വരും. അത് ഭയങ്കര രസമാണ്. പ്രോപ്പർ ആ ഒരു ഇതിനകത്തിരിക്കുന്ന സ്റ്റേഡിയത്തിലിരിക്കുന്ന ആ ഒരു എക്കോ അതേപോലെ കിട്ടും. പറയാൻ പറ്റില്ല, കേൾക്കാനേ പറ്റുള്ളൂ. മൂന്നാമത്തെ ആള് കേട്ടിട്ടുണ്ട്. ഇവന്റെ ഈ ഒരു യൂസർ റിവ്യൂ ഇപ്പൊ തന്നെ ചോദിക്കുന്നത്. മൂന്നാമത്തെ ആളുടെ ഉറക്കെ ഗോപിന്ന് വിളിച്ച് സാഗരേ സാഗരേ കൈയൊട്ടി. അത് കറക്റ്റ് സ്റ്റേഡിയത്തിൽ പോയി കൈകൊട്ട് എല്ലാരും അടിച്ച് എന്തല്ലേ. ഞാൻ ശരിക്കും ഞാൻ ഇതൊന്നും വേറെ വീഡിയോയിൽ കണ്ടിട്ടില്ല. ഞാൻ വന്നു കഴിഞ്ഞ ഓരോ നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് പലരും പഠിച്ചു വരുന്നുള്ളായിരിക്കും. ഞാൻ ഓരോന്ന് നോക്കിയപ്പോ ഇത് കിട്ടി. അതുപോലെ എക്സോസ് നോട്ട് ഇത് നമ്മുടെ വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ആരും ഹൈലൈറ്റ് ചെയ്തിട്ടില്ല ഇതിനെ. ഇല്ല, ആ എക്സോസ് നോട്ട് ഒന്ന് കേൾപ്പിക്കും. സാധനങ്ങളൊന്നും ഇല്ലല്ലോ. അവിടെ ബട്ടൺ ഡെഡിക്കേറ്റഡ് സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട് ഓരോ കാര്യം കാണിച്ചു തരാം. അതായത് നമുക്ക് ഇത് ചാർജിങ്ങിൻ്റെതും പിന്നീട് സൗണ്ട് ഓൺ ഓഫും അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഡെസിൻ കൺട്രോൾ, ഓട്ടോ ഹോൾഡ്, ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ഓഫ് ചെയ്യാനുള്ള സ്വിച്ചസ് എല്ലാം ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഭയങ്കര സൗകര്യമാണ് ശരിക്കും. അല്ല, ഇപ്പൊ ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കാര്യം എടുക്കുമ്പോ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റുന്ന നോക്കണം. കണ്ടോ? ഇപ്പൊ അല്ല കേൾക്കുന്നുണ്ടോ? അയ്യോ സോറി, ഞാൻ ഫ്രണ്ടിലോട്ടാണല്ലോ പോണ്ടേ. ഇത് റിവേഴ്സ് ഭയങ്കര രസമാട്ടോ പോകാൻ. അത് അറിയുന്നില്ലല്ലോ, ലാഗ് ഇല്ലല്ലോ. നല്ല രസമാണ് വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓടിക്കും. ഞങ്ങൾ തന്നെ ഈ ഗ്രൗണ്ടിൽ ഇപ്പൊ എത്രാമത്തോട്ട് കിടന്ന് കറങ്ങുന്നത് എങ്ങനെ അറിയില്ല. സ്റ്റിയറിംഗ് ഒക്കെ സ്മൂത്ത് അല്ലേ? സ്റ്റിയറിംഗ് ഭയങ്കര സ്മൂത്ത് ആണ്. ഇപ്പൊ എക്കോ കേട്ടോണ്ടിരിക്കുക. നമ്മൾ അതങ്ങ് നോക്കുകയാണെങ്കിൽ അത് ഓഫ് ചെയ്തിടാം. വണ്ടിയുടെ സൗണ്ട് അങ്ങനെ പേറ്റന്റും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഓൾറെഡി ഇവർ തന്നെ പേരിട്ടേക്കുന്ന കുറച്ച് പേരുകളാണ്. V8 ട്രിബ്യൂട്ടും റേസ് മോഡും അങ്ങനെ കുറച്ച്. പക്ഷേ ഏതെങ്കിലും വണ്ടിയായിട്ട് സാമ്യം തോന്നുന്നു. വണ്ടിയുമായിട്ട് സാമ്യം ഇപ്പം ഒരു മസ്താങ്ങിന്റെ ഫീൽ വരുന്നതാണ് റേസ് മോഡ്. ഓക്കെ ഗൈസ്, നമുക്ക് ഈ വണ്ടി ഒന്ന് കറക്കാം. റിയർ വീൽ ഡ്രൈവ് ആണല്ലോ. എനിക്ക് ആ സൗണ്ട് ഉണ്ടല്ലോ, ഭയങ്കര സൗണ്ട്. അതായത് ആ ഫീല് കിട്ടുന്നുണ്ട് നമുക്ക്. EV ആണ് ഒന്നാമത്തെ കാര്യം. ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ EV ആണെന്ന് പറയത്തില്ല. രണ്ടാമത്തെ കാര്യം എക്സോസ്റ്റ് നോട്ടും കൂടെ ആഡ് ചെയ്ത് കേട്ടോ എന്റെ അടുത്ത സൗണ്ട് ഇട്ടേ കണ്ടോ നോക്ക്. ഓ ഗൈസ്, അത് കൊള്ളാം. ഇതിട്ട് ഓടിക്കുമ്പോൾ ഭയങ്കര ഫീലാണ്, റിയാലിറ്റി ആണ്. ഓക്കെ ഗൈസ്, B6 ഒന്ന് ഡ്രിഫ്റ്റ് എങ്ങനെ ഇതിന്റെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് നോക്കാം. ഡ്രിഫ്റ്റ് ആകുമ്പോൾ നമുക്കറിയാലോ ഇതിന്റെ എന്താണ് റിയർ വീൽ ഡ്രൈവ് ആണല്ലോ. എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല. ഒന്നുകൂടെ. എന്റെ പോലെ അത് സെറ്റ്. ഇപ്പൊ സെറ്റായി. അയ്യോ, അന്ന് ഫോർച്യൂണർ ഇറക്കിയ പോലെ ഞാൻ വീട്ടിൽ കുളിക്ക.
മഴയാണ് ഗൈസ്, മഴ ആയതുകൊണ്ട് തെന്നി കിടക്കുകയാണ്. ഓക്കെ, ഇനി മെയിൻ നമ്മുടെ വീഡിയോ ടോപ്പിക്ക് 26 ലക്ഷം രൂപയ്ക്ക് ഇതെടുത്തു. ഹാരിയർ EV ഇറങ്ങി, റോഡുകളിൽ വന്നു തുടങ്ങി. 26 ലക്ഷം രൂപയ്ക്ക് 27, 28, 29 ഹാരിയറിന് വേരിയന്റ് ഉണ്ട്. ഇതിനെക്കാട്ടി കുറച്ചുകൂടി ഫീച്ചേഴ്സ് കൂടിയ വേരിയൻസും കിട്ടും. ഹാരിയറിന്റെ ഫിയർലെസ് ആണെങ്കിലും അഡ്വഞ്ചറസ് ആണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ മുൻപന്തിയിലാണ്. ഇപ്പം അഡാസ് അതിനകത്ത് ഇല്ല, വേരിയന്റിലൊന്നും ഇല്ല. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും സിമിലാരിറ്റി ഉണ്ട്. എന്തുകൊണ്ട് ഹാരിയർ EV നോക്കാതെ ഇതെടുത്തു എന്നുള്ളൊരു മെയിൻ ചോദ്യം. ആൻഡ് എടുത്തിരുന്നെങ്കിൽ ഹാരിയറിന്റെ ഏത് വേരിയന്റ് എടുത്തിരുന്നെങ്കിൽ ഈ ഒരു 26, 27 അല്ലെ 28 ലാക്സിന് ഇലക്ട്രിക് സീറ്റ് എനിക്ക് കിട്ടും, അല്ലെങ്കിൽ വെന്റിലേഷൻ സീറ്റ്സ് കിട്ടും, 360 ഡിഗ്രി ക്യാമറ കിട്ടും, എല്ലാ ഫീച്ചേഴ്സും ഉണ്ടായിരുന്നു. പക്ഷെ അതിലും എനിക്ക് താല്പര്യം തോന്നിയത് ഇതിന്റെ ഡിസൈൻ വേണം എന്നുള്ളതുണ്ടായിരുന്നു. പിന്നെ ഹാരിയർ മീൻസ് ഓൾറെഡി ഉള്ള ഒരു വണ്ടിയുടെ EV വെർഷൻ എന്നുള്ളൊരു, ഇതൊരു ബോൺ ഇലക്ട്രിക് ആണ്, പുതിയ ഒരു EV പ്ലാറ്റ്ഫോമിലുള്ള EV സ്പെസിഫിക് ആയിട്ട് EVക്ക് മറ്റേന്ന് സ്പെസിഫിക് ആയിട്ട് EVക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്നാലും ഇത് വേണമെന്ന് തോന്നി. തുടക്കവേ EV എന്ന് പറഞ്ഞ പ്ലാൻ ചെയ്ത വണ്ടി ഇത് അങ്ങനെ തന്നെ അങ്ങ് പോയി. അതുകൊണ്ട് ഹാരിയർ EVയിലോട്ട് പോകണമെന്നില്ല. അതൊരു ഫാമിലി കാറാണ്, കുറച്ചുകൂടെ വലിയ വണ്ടിയാണ്, എനിക്ക് ഡെയിലി യൂസ് ആണ്. അപ്പോൾ കുറച്ചുകൂടെ കോമ്പാക്ട് ആണ് ഇത്. കുറച്ച് വീതി ഉണ്ടെങ്കിലും കുറച്ചുകൂടെ ലെങ്ത് വൈസ് ഒക്കെ ഓക്കെയാണ്. അത് പക്ഷേ എനിക്ക് അറിയത്തില്ല, അത് കൊണ്ടുവന്ന് നടന്നാൽ കുറച്ചുകൂടെ വലിയ വണ്ടിയായിട്ട് ഫീൽ ചെയ്യുമോ. ഇപ്പം ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് കുറച്ച് യൂട്യൂബേഴ്സ്, ഓട്ടോമോട്ടീവ് ജേർണലിസ്റ്റ് തന്നെ ഉള്ളവരോട് ചോദിച്ചവരോട് പറഞ്ഞത് ഹാരിയർ EV അടിപൊളി ഓപ്ഷനാണ്, അത് തന്നെ നോക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും. അവർക്കും സാറ്റിസ്ഫൈ മീൻസ് ഭയങ്കര ഡ്രൈവ് ചെയ്യുന്ന ഫീൽ അടിപൊളിയാണെന്നാണല്ലോ. പക്ഷേ എനിക്ക് ഇതിലോടാണ് കൂടുതൽ തോന്നിയത്. അപ്പൊ പിന്നെ ഇത് തന്നെ, കാരണം ഈ മറ്റേ ക്രഷ് എന്നൊക്കെ പറയുന്ന സാധനം ഉള്ളിൽ ഇങ്ങനെ പതിഞ്ഞ് കിടന്ന സാധനം ഒരു 3-4 വർഷം മുമ്പ് ഇതിന്റെ പ്രോട്ടോടൈപ്പ് അവർ കണ്ടപ്പോഴേ ഒരു വണ്ടി വന്നിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച ഇതുപോലെ കൊണ്ടുവരുമെന്ന് വിചാരിച്ചില്ല. അപ്പൊ പിന്നെ നമുക്ക് മറ്റേ മഹീന്ദ്ര കഴിഞ്ഞ ആഴ്ച August 15 ഇറക്കിയ അതൊക്കെ അതുപോലെ ഇറക്കിയ കഴിഞ്ഞു. കുറച്ച് പേര് വണ്ടി എടുക്കുന്നവര് പറഞ്ഞു അപ്പൊ കുറച്ച് വണ്ടി മഹീന്ദ്രയുടെ വരുന്നുണ്ട്, അപ്പൊ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവർ ഓരോ വർഷവും ഇവര് അല്ലെങ്കിൽ വേറെ ബ്രാൻഡ്സ് ഓരോ അടിപൊളി വണ്ടികൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പം താറ് എടുത്തവർക്ക് വിഷമായിട്ടുണ്ടായിരിക്കും, ഇപ്പൊ റീസെന്റ് എടുത്തവർക്ക് അതിന്റെ ഡിസൈൻ കാണുമ്പോൾ. അപ്പം അത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിക്കുക, അത്രേ ഉള്ളൂ. അതെ, അതിപ്പോ നമുക്ക് നമ്മുടെ അന്നത്തെ പർപ്പസ് മീറ്റ് ചെയ്യാം, ആ ഒരു സമയത്ത് പർപ്പസ് മീറ്റ് ചെയ്യാം. പുതിയൊരു വണ്ടി 2030 വരുന്നു, 2035 വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴേ വെയിറ്റ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നടക്കാതിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പൊ പലരുടെയും വണ്ടി എടുക്കുന്ന ചിന്ത നീണ്ടു പോകുന്നതിന്റെ മെയിൻ റീസൺ ഒരു പക്ഷേ അതായിരിക്കും അല്ലെ. നിങ്ങൾ വിൻസറിൽ തുടങ്ങി, അതുവഴി കർവ് നോക്കിയായിരുന്നു ഇല്ലല്ലോ? കർവ് ആദ്യം സൈഡിൽ നോക്കിയിരുന്നു, കർവ് പിന്നെ അങ്ങ് മാറി. ഓക്കെ, വേറെ വണ്ടികൾ ഏതൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നു? BYD ബഡ്ജറ്റ് ഇല്ല, 30 lakhs ആയിരുന്നു ബേസ് മോഡലിന് തന്നെ. അതിനകത്ത് അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്, എന്നാലും BYD ഞാൻ നോക്കിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഒരു നോർമൽ ഒരു കാർ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. അത് അല്ലെങ്കിൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന വണ്ടികൾ എനിക്ക് വേറൊന്നും എനിക്ക് കിട്ടുന്നില്ല ഇപ്പൊ ഇത് കണ്ടേ. പിന്നെ അല്ലെങ്കിൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഇപ്പം സൈബസ്റ്റർ വന്നപ്പോൾ നല്ലതായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചു. പക്ഷെ അതെ, പോക്കറ്റ് നോക്കിയപ്പോ പൈസ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് 75 ലക്ഷം രൂപ ഇന്ന് എൻ്റെ ഇല്ല, അതുകൊണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇനി B6-ന്റെ ഇത്രയും നാളെ ഓടിച്ചതിന്റെ ഒരു ലോങ് ടൈം റിവ്യൂ എന്ന നിലയിൽ ഈ വണ്ടിയിൽ ഇഷ്ടപ്പെടാത്ത ഒരു 3 കാര്യം പറയാൻ പറഞ്ഞ നെഗറ്റീവ് സൈഡിൽ. ഇഷ്ടപ്പെടാത്ത 3 കാര്യങ്ങൾ ഫീച്ചേഴ്സ് വൈസ് ആണോ അതോ ഫീച്ചേഴ്സ് വൈസ് 26 lakhs ഉള്ള വണ്ടിക്ക് 360 ക്യാമറ ഇല്ല, ഓട്ടോ ഫോൾഡബിൾ മിറേഴ്സ് അല്ല, ഓട്ടോ ഫോൾഡബിളും വേണ്ട, ഒരു ബട്ടൺ കൊടുത്തും ഫോൾഡ് ചെയ്തോളായിരുന്നു, അതുമില്ല, നമ്മൾ കൈ കൊണ്ട് അടയ്ക്കണം. അത് 26-ന് ഭയങ്കര ശോകമാണ്. പിന്നെ കോ പാസഞ്ചർ സീറ്റ്സ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വേണമായിരുന്നു. കാരണം ഇതിലിരിക്കുന്നവർ അത്യാവശ്യം ഒരു 6 feet അബോവ് അല്ലെങ്കിൽ 6 feet അടുപ്പിച്ചുള്ളവരാണെങ്കിൽ കാലൊക്കെ ഒരുമാതിരി നമ്മൾ തറയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു ചെറിയ സ്റ്റൂളിലൊക്കെ ഇരിക്കുന്ന ആ ഒരു ഫീലാണ് കിട്ടുന്നത്. കാല് നീട്ടി വെക്കാനുള്ള സ്ഥലമുണ്ട്, ബാക്കിലോട്ട് സീറ്റ് വെക്കാനുള്ള സ്പേസും ഉണ്ട്, അത് പ്രശ്നമില്ല. പക്ഷേ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കണ്ടായിരുന്നു, അത് ടോപ്പ് മോഡൽ എടുത്താലും കിട്ടില്ല. ലൈറ്റിന്റെ വിസിബിലിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? കിട്ടില്ലാണ്, ഒരു പ്രശ്നമില്ല. പക്ഷേ വൈറ്റ് ആണ്, അതുകൊണ്ട് മഴയത്ത് കുറച്ച് കുറവുണ്ട്. അല്ലാത്തപ്പോൾ താഴെയുണ്ട്, ഇവിടെ അല്ലേ പ്രോപ്പർ യൂസ് ഉണ്ട്. പിന്നെ കോർണറിംഗ് ഹെഡ് ലാംപ്സ് ഉണ്ട്, അതൊക്കെയാണ് പാക്ക് 2-ലോട്ട് വന്നപ്പോൾ കിട്ടിയത്. ഓട്ടോമാറ്റിക് വൈപ്പർ, ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ്, ഓട്ടോ ഡിമ്മിങ് ഹെഡ് ലാംപ്സ് ആണ്. യൂസ് ഉണ്ടോ? നല്ല യൂസ് ഉണ്ട്. നമുക്ക് എപ്പോഴും നമ്മൾ ഡിമ്മും ബ്രൈറ്റും അടിക്കണ്ട, ബ്രൈറ്റ് തന്നെ ഇട്ടേക്കുക. ഓപ്പോസിറ്റ് വണ്ടി വരുന്ന സമയത്ത് അത് ഡിം ആയിക്കോളും, വണ്ടി പോകുമ്പോൾ ബ്രൈറ്റ് ആവും. പക്ഷെ അത് ഒരു സെക്കൻഡ് ഡിലേ ഉണ്ട്. നമ്മൾ മാനുവലി ചെയ്യുവാണെങ്കിൽ 1 സെക്കൻഡ് ഡിലേ ഇല്ല. പക്ഷെ 1 സെക്കൻഡ് ഡിലേയുമായിട്ട് നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ആയാൽ അതും ഒക്കെയാണ്.
ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ പുറത്താണല്ലോ. അത് ഒരു യൂസ്ഡ് ആവും അത് നമ്മൾ വേറൊരു രീതിയിൽ നമ്മൾ മാനുവലി ചെയ്ത് വരും പെട്ടെന്ന് കിട്ടും. പക്ഷേ ഇതൊരു ഓട്ടോമാറ്റിക്, അതിന് സെൻസ് ആവാനുള്ള സമയം കിട്ടിയാൽ ഓക്കെ. ഈ വണ്ടിയുടെ മെയിൻ സംഭവം എല്ലാവരും പൊതുവേ നെഗറ്റീവ് പറഞ്ഞ് B6 നിന്നും XUV9 അല്ലെങ്കിൽ വേറെ വണ്ടികളിലൊക്കെ പോകാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ബാക്കിലെ ക്വാർട്ടർ ഗ്ലാസ് കൂപ്പ ആയതുകൊണ്ട് അതിനെ കുറിച്ച് പറയുക. അതിന്റെ എക്സ്പീരിയൻസ് വീട്ടുകാരെ കയറ്റി, ഗേൾ ഫ്രണ്ട്സിനെ കയറ്റി. അതെ, ഗേൾ ഫ്രണ്ട്സിനെയോ? അതെ, അല്ല അവർക്കൊന്നും കുഴപ്പമുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. ബാക്കിലിരിക്കുമ്പോൾ ഫാമിലി, ഞാൻ ഓൾറെഡി ഡസ്റ്റർ യൂസർ ആയിരുന്നു, അല്ലെങ്കിൽ സ്വിഫ്റ്റ് യൂസർ ആയിരുന്നു. അതുപോലൊക്കെ തന്നെ ഇപ്പോഴും കയറുന്നത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നു. പക്ഷെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് സീറ്റ് ബെൽറ്റ് ഇടാനോ ഊരാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ സ്ട്രഗിൾസ് ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഹെഡ് റെസ്റ്റ് ബാക്കിലേത് മമ്മി ഇരുന്നപ്പം അത്ര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തില്ല. ഞാനിപ്പോൾ ഒരു നെക്ക് റെസ്റ്റ് വല്ലതും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. റിക്ലൈനിങ് എങ്ങനെയുണ്ട്? അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല. ഒരു ലെവലുണ്ട്. ഇത്രയൊന്നും ഒരു സ്റ്റെപ്പ് വലിയ വ്യത്യാസമല്ല, ജസ്റ്റ് ഒരു സ്റ്റെപ്പേ ഉള്ളൂ. പിന്നെ സെന്റർ സീറ്റിനും ഹെഡ് റെസ്റ്റ് ഉണ്ട്. പുറകിലത്തെ ഗ്ലാസിൽ അല്ല സെന്റർ സെന്റർ മീൻസ് നടുക്കത്തെ ആൾക്കും ഹെഡ് റെസ്റ്റ് ഉണ്ട്. പൊക്കാൻ പറ്റും അല്ലേ? പൊക്കാൻ പറ്റും. അതൊരു ഹിഡൻ ഫീച്ചർ ആയിട്ട് കിടക്കുന്ന ഒരു സാധനം. അത് കൊള്ളാം, ഞാൻ വിചാരിച്ചില്ലെന്ന്. അതുണ്ട്, അത് വെക്കാൻ പറ്റും. ഓക്കെ. ആൻഡ് കൂപ്പ ആയതുകൊണ്ട് പുറത്തെ വിസിബിലിറ്റി അകത്തുനിന്ന് നോക്കുമ്പോൾ വളരെ കുറവാണ്. പക്ഷേ ലുക്ക് തന്നു, പക്ഷേ വർക്കില്ല. അങ്ങനെ വർക്കില്ല, പക്ഷേ അത് കണ്ട് നോക്കി അങ്ങ് ശീലിക്കും. പിന്നെ ലോ 20 km/h സ്പീഡിൽ താഴെയാണെങ്കിൽ നമുക്ക് റിയർ ക്യാമറ ആക്സസ് ചെയ്യാം, അത് വെച്ച് ബാക്കിലേ കാണാം. അങ്ങനെയുള്ള സൗകര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. ഓരോരുത്തർ വന്ന് കയറുമ്പോഴും പഠിപ്പിച്ചു കൊടുക്കണം എങ്ങനെയാണ് അകത്തുനിന്ന്. അതെല്ലാരും മീൻസ് കയറുന്നവർ നമ്മൾ ഇറങ്ങി പോയി തുറന്നു കൊടുക്കേണ്ട കാര്യമാണ്. പിന്നെ ഇത് പ്രാക്ടിക്കലി എനിക്കത് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. കാരണം തന്നെ വരുന്നത് കൊണ്ട് ഓക്കെ. ഇത് ഡിസൈൻ നൈസ് ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ചിലപ്പം ഇത് തുറന്നിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കും. നമ്മളത് പ്രോപ്പറായിട്ടല്ല തുറന്നേക്കുന്നതെങ്കിൽ, ഇപ്പൊ പ്രോപ്പറായിട്ട് ആയതുകൊണ്ട് അങ്ങനെ പോയി. ചിലപ്പോൾ ഇങ്ങനെ തന്നെ തുറന്നിരിക്കും. അപ്പൊ പ്രോപ്പറായിട്ട് തുറക്കുവാണെങ്കിൽ തുറക്കുമ്പോഴേ അതങ്ങ് അകത്ത് കയറി പൊക്കോളും. ഫ്ലഷ് ഡോർ ഹാൻഡിൽസിന്റെ അത് പ്രശ്നങ്ങളൊന്നുമില്ല. ബാക്കി പെയിന്റ് ക്വാളിറ്റി ആണെങ്കിലും ബോഡി ക്വാളിറ്റി ആണെങ്കിലും എല്ലാം ഓൾമോസ്റ്റ് ബോഡി ക്വാളിറ്റി അടിപൊളി. മറ്റേ ഫോക്സ് വായിന് കാണിക്കുന്ന പോലെ അടച്ചാലും കോൺഫിഡന്റ് ആയിട്ട് അടയ്ക്കാം. മറ്റേ നമ്മുടെ സ്വിഫ്റ്റ് ഒക്കെ ഇതിന്റെ കാര്യം നമ്മള് ബോണറ്റ് ഓപ്പൺ ആക്കുമ്പോൾ പേടിച്ച് സൂക്ഷിച്ചൊക്കെ അല്ല അടയ്ക്കുന്നത്. ഇത് ബോണറ്റ് വലിച്ചടച്ചാലും എന്നാലും ആ ഒരു സ്ട്രെങ്ത്. അത് ഈ മഹീന്ദ്ര ടാറ്റയൊക്കെ ആണെങ്കിൽ ഒരു കോൺഫിഡൻസ് കൂടും. ഇന്ത്യൻ ബ്രാൻഡ് പിന്നെ ഫോക്സ് വാഗൺ പോട്ടെ സൈഡിൽ മാറ്റി വെക്കാം. നമുക്ക് അത് നമ്മൾ പണ്ടേ വേറെ ലീഗാണെന്ന്. അതെ, പക്ഷെ ഇന്ത്യൻ ബ്രാൻഡ് ഇതുപോലൊക്കെ മാറുമ്പോൾ അതിന്റെ സന്തോഷമുണ്ട്. പിന്നെ മെയിൻ കാര്യം നെഗറ്റീവ് സൈഡിൽ ചോദിക്കേണ്ടതും ആൻഡ് ആകാംക്ഷ ഡ്രിഫ്റ്റ് ചെയ്ത ടയറൊക്കെ ഒന്നും ഇതായി. വലിയ ഡ്രിഫ്റ്റ് ഒന്നും ചുമ്മാ കറക്കി നോക്കി. ഒരു മനസ്സിൽ ആഗ്രഹം, ഉള്ളിന്റെ ഒരു ആഗ്രഹമുണ്ട്. ആൾക്കാർ നിൽക്കുന്നു. അപ്പൊ ടയർ ലൈഫിന്റെ കുറിച്ച് ആശങ്ക എന്താണ്? ഞാൻ ഒരു വീഡിയോക്കകത്ത് പറയുന്നത് SIP ഒക്കെ തുടങ്ങണം. ടയർ ലൈഫിന്റെ ആശങ്ക ഒരു 25-30,000 കിലോമീറ്റർ മാക്സിമം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് കിട്ടിയാൽ ലാഭങ്ങൾ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം പെട്രോൾ അടിക്കാത്ത പൈസ എല്ലാം ഏകദേശം 25,000 അല്ലെ 23,000 റുപ്പീസ് ഒരു ടയറിന് വരും. 4 ടയറും കൂടെ 1 ലക്ഷം രൂപ അടുപ്പിച്ചാവും. നമ്മൾ ഇത്ര നാൾ ലാഭിച്ച ഫ്യൂൽ കോസ്റ്റ് ടയറിന് 1 ലക്ഷം രൂപ മാത്രം പോകും, ബാക്കി കിട്ടും. ലാഭം എന്നുള്ള രീതിയിൽ നോക്കാതെ പെട്രോളിനെക്കാട്ടിൽ കൂടുതൽ പൈസയൊന്നും ആവുന്നില്ലല്ലോ. EV എടുക്കുന്നതിന്റെ ഗുണങ്ങൾ നമുക്ക് കുറേ വണ്ടിക്ക് അകത്ത് കിട്ടുന്നുണ്ട്. ഡ്രൈവബിലിറ്റി മെയിൻ കാര്യം, ഭയങ്കര സ്റ്റെബിലിറ്റിയാണ്. ട്രാഫിക്കിൽ കൂടെ ഒക്കെ പോകുമ്പോഴത്തെ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. പെർഫോമൻസ് അതുപോലെ കിട്ടുന്നുണ്ട്. ഈ ഒരു പെർഫോമൻസ് ഉള്ള വെഹിക്കിൾ 230 bhp ഉള്ള വണ്ടി നമുക്ക് വാങ്ങിക്കണമെങ്കിൽ എത്ര ലക്ഷം കൊടുക്കണം എന്നുള്ളൊരു കാര്യം. ഭയങ്കര ക്വാളിറ്റിയാണ്, ഉള്ള ഫീച്ചേഴ്സാണ്. ഇത്ര ഫീച്ചേഴ്സ് ഉള്ള വണ്ടി കിട്ടണം, എത്ര ലക്ഷം കൊടുക്കണം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ലാഭം ചാർജ് ചെയ്യുന്നതും പെട്രോളും തമ്മിലുള്ള ലാഭം അധികമായിട്ട് കൺസിഡർ ചെയ്യാൻ പോകണ്ട എന്നുള്ളതേ ഉള്ളൂ. ഈ ടയറിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം. അപ്പോൾ അതിന് ഞാൻ ചെയ്തൊരു ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ, പലരും ചെയ്യുന്ന കാര്യമാണ്. SIP സ്റ്റാർട്ട് ചെയ്തു. ഒരു മാസത്തിൽ ഒരു നേരം പെട്രോൾ അടിക്കുന്ന പൈസയാണ് ഞാൻ SIP ഇടുന്നത്. 2,000 റുപ്പീസ് ഒരു മാസം ഇട്ട് കഴിഞ്ഞാൽ 3 വർഷം കൊണ്ട് ടയർ മാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ 4 ടയർ മാറാനുള്ള ഒരു 1.5 ലക്ഷം രൂപ അല്ല 1.25 ലക്ഷം രൂപ കിട്ടുന്ന SIP ഉണ്ട്. ഒരു 2 വർഷത്തിലാണെങ്കിൽ ഒരു 60-70,000 കിട്ടുമെന്ന് വെച്ചോ, ബാക്കി ഇട്ടാ പോരെ. ഇപ്പം വലിയ തലവേദന ആവത്തില്ല. ഞാൻ വലിയ കാര്യമൊന്നുമില്ല, ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചെയ്യുന്ന കാര്യമായതുകൊണ്ട് പറയുന്നത്, ഞാൻ ചെയ്യുന്നത് പറയുന്നേ ഉള്ളൂ. പിന്നെ കാര്യത്തിൽ അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല. ടെൻഷൻ ഉണ്ട്, ടെൻഷൻ ആക്കുന്നില്ല. കാരണം ഇത്രയും സൗകര്യങ്ങൾ വന്നപ്പോൾ നമ്മൾ ഇത് പറഞ്ഞ് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഡ്രിഫ്റ്റ് ചെയ്യാൻ വിഷമമുണ്ട്. ഞാൻ പറയും ഇവിടെ കല്ലും ടാർ റോഡ്സിലും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ വിഷമം വരും. പിന്നെ ഒരു 3 വർഷം അല്ലെങ്കിൽ കുറച്ച് വർഷം കഴിയുമ്പോൾ ഇതിനൊരു പരിഹാരം വരും. ഇതിന്റെ ഒരു മാർക്കറ്റ് കണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം വരും. ടയർ പണ്ട് ബാറ്ററിക്ക് വില കൂടുതലായിരുന്നു, ഇപ്പൊ ബാറ്ററിക്ക് വില കുറഞ്ഞെന്ന് പറയുന്ന പോലെ ടയറിനും നമുക്ക് ചൈന ടയേഴ്സ് നല്ലത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ യൂസ് ചെയ്തെന്നിരിക്കാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ടയർ നോയ്സും കാര്യങ്ങളൊന്നും അകത്തോട്ട് കിട്ടുന്നില്ല. പക്കയാണ്. ഭയങ്കര സൈലന്റ് ആണ് അകത്ത്. എന്റെ പൊന്നു കൈസ്, ഞാൻ ടൗണിൽ നിൽക്കുക, ചുമ്മാ കൈ കൊണ്ട് ഗ്ലാസും താന്നു
അപ്പോഴാണ് ഇത്രയും ഭയങ്കര അലപ്പിന്റെ ബഹളത്തിന്റെ ഇടയ്ക്കാണ് നമ്മൾ ഇരുന്നത് എന്ന് തോന്നുന്നു. ഭയങ്കര അകത്തോട്ട് ഒരു തരി നോയ്സ് പുറത്തൊന്നും കേൾക്കുന്നില്ല. അതെനിക്ക് ഈ കാറിന്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനത് അത്ഭുതപ്പെട്ടു പോയി. ഭയങ്കര സൗണ്ട് ആയിരുന്നു പുറത്ത്. വണ്ടിയുടെ ഹോണടി പോലും തേറ്റപ്പോ ഇങ്ങനെ പ്ലാന്നായിരുന്നു കേട്ടത്. അതെങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പിന്നെ സസ്പെൻഷൻ അടിപൊളി. മോശം റോഡിൽ പോകുമ്പോഴും നല്ലൊരു ഫീൽ. അകത്തിരിക്കുന്നവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അതൊക്കെയാണ്. അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇല്ല, ആകെ മൊത്തത്തിൽ ഹാപ്പി. ആൻഡ് വണ്ടി എടുത്തത് എവിടെ നിന്നാണ്? വണ്ടി എടുത്ത എക്സ്പീരിയൻസ് കൊച്ചിയിൽ നിന്നാണ് എടുത്തത്. നമ്മൾക്ക് പത്തനംതിട്ടയിലൊന്നും കിട്ടില്ല. നിയറസ്റ്റ് ഷോറൂം ആലപ്പുഴ മെറിഡിയൻ മോട്ടോഴ്സ് ആയിരുന്നു. അല്ലല്ല, ഞാൻ കൊച്ചിയിലായതുകൊണ്ട് ഞാൻ കൊച്ചി APL കളമശ്ശേരി ഷോറൂമിൽ നിന്നാണ് എടുത്തത്. വയലറ്റും ഇതും ആണ് ഉണ്ടായിരുന്നത്. എനിക്ക് പ്രോപ്പർ ഫോളോ അപ്സ് ആദ്യം ഒരാളായിരുന്നു എക്സിക്യൂട്ടീവ്. വേറെ ഷോറൂമിൽ പോയപ്പം രാഹുൽ എന്ന് പറഞ്ഞ ആളായിരുന്നു എന്നെ അസിസ്റ്റ്, മീൻസ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. പ്രോപ്പറായിട്ട് ആൾ ചെയ്യുന്നുണ്ടായിരുന്നു. ടൈമിലെല്ലാം PD ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി തന്നു. എല്ലാം പ്രോപ്പറായിട്ടായിരുന്നു. പക്ഷെ ഡെലിവറി കൊള്ളൂലായിരുന്നു. വളരെ മോശമായിരുന്നു. എന്തായിരുന്നു വളരെ മോശമെന്ന് വെച്ചാൽ, ഞാൻ വണ്ടി എടുക്കുന്നത് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഷോറൂം 2 ദിവസം മുമ്പ് മഹീന്ദ്രയിൽ നിന്ന് ആൾ വന്നിട്ട് പറഞ്ഞു ഫ്രണ്ടിൽ നിന്ന് ഡെലിവറി കൊടുക്കാൻ പാടില്ല, ഷോറൂമിന്റെ ബാക്കിൽ കൂടെ ഡെലിവറി കൊടുക്കാൻ പാടുള്ളൂ. ഡെലിവറി ഏരിയ ബാക്കിലാക്കി അവർ. അപ്പോൾ അത് 2 ദിവസം മുമ്പ് കൊണ്ടുവന്ന റൂളാണ്. അപ്പോൾ ഞാൻ അവരോട് എനിക്ക് ബാക്കിൽ നിന്ന് വേണ്ട, എനിക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ വേണം. ഷോറൂം നമ്മൾ ഒരു പ്രോപ്പർ വണ്ടികളെല്ലാം കിടക്കുന്നതിന് ഇടയ്ക്ക് നിന്ന് നമ്മൾ ഡെലിവറി എടുക്കാൻ ആഗ്രഹിക്കുള്ളൂ. അത് പറ്റില്ല. അപ്പം എൻ്റെ എക്സിക്യൂട്ടീവ് പുള്ളി ചോദിച്ചു, മുകളിൽ ഉള്ളവരോട് ചോദിച്ചു. അവർ പറഞ്ഞു സമ്മതിക്കില്ല എന്ന് പറഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അത് അവരുടെ റൂളാണ്, മഹേന്ദ്രയുടെ റൂളാണ്. അവരുടെ നിന്ന് ആരാണ്ട് വന്നപ്പോൾ കൊണ്ടുവന്ന റൂളാണ്. കിഴക്കോട്ട് നോക്കിയാണ് നമുക്ക് തെക്കോട്ട് നോക്കി. എനിക്ക് ബാക്ക് ഷോറൂമിന്റെ ബാക്കിൽ നിന്നൊക്കെയാണ് ഡെലിവറി വന്നത്. ഒത്തിരി വണ്ടി ഉള്ളതുകൊണ്ട് അവരങ്ങ് ഇതാക്കി തഴഞ്ഞു. അവർക്ക് ഇതൊന്നും വലിയ കാര്യമില്ല. ഒരു ദിവസം ഇത്ര വണ്ടികൾ ഇറങ്ങുന്നു, ഏതോ ഒരു വണ്ടി. നമുക്കതല്ലല്ലോ, നമുക്ക് നമ്മൾ ഗോളാണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. അത് നമുക്കൊരു വലിയ സംഭവമായിട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഒന്നും ഇല്ലായിരുന്നു. പുറകെ കൂടെ തന്നു. അതുകൂടാതെ അവിടെ കറണ്ട് ഇല്ലായിരുന്നു. അവിടെ എന്തോ ചാർജറിന്റെ വർക്ക് കിടക്കുക. ഇതെല്ലാം വർക്കെല്ലാം കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് വണ്ടി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, അത് സോറി കേട്ടോ, കറണ്ട് ഇല്ലായിരുന്നു, ഇപ്പൊ കറണ്ട് വന്നിട്ടുണ്ടെന്ന്. എല്ലാം കഴിഞ്ഞിട്ടാണോ കറണ്ട് വന്നിട്ട് എന്നോട് പറയാൻ സോറി പറഞ്ഞിട്ട് എന്താ കാര്യം? അത് ഭയങ്കര മോശമായിരുന്നു. പിന്നെ കുഴപ്പമില്ല, പോട്ടെ, നമുക്ക് വണ്ടി ഡെലിവറി കിട്ടിയല്ലോ പ്രോപ്പറായിട്ട്, അത് മതി. ഒന്ന് ഈ ഫ്രണ്ട് ഡെലിവറി കൊടുക്കാൻ പറ്റാത്തത് അവർക്ക് ആ ഓപ്ഷൻ ഇല്ല. മഹീന്ദ്ര എന്ന് പറഞ്ഞിരിക്കുന്നത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് മഹീന്ദ്ര ചെയ്തിരിക്കുന്ന പ്രശ്നമാണ്. അത് ഷോറൂംകാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ കറണ്ട് ഇല്ലാത്തതും ആ ഒരു സമയത്ത് മഹീന്ദ്ര പറയണായിരിക്കും. ആ ഒരു സമയത്ത് എനിക്കത് ഭയങ്കര മോശം. പിന്നെ കയറി ചെല്ലുമ്പോഴും നമുക്കൊരു കസ്റ്റമർ എന്നുള്ള ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. അങ്ങനത്തെ പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു നോർമൽ വണ്ടി എടുക്കാൻ പോകുന്നു, അവരുടെ ഒരു കടയിൽ പോയി ഒരു സാധനം മേടിക്കുന്ന പോലെ മേടിച്ചിട്ട് വരും. ഞാൻ പേരൻസിനൊക്കെ കൊണ്ട് വലിയ എനിക്ക് ഓർമ്മയുണ്ട്, എന്നെ വിളിച്ചായിരുന്നു എക്സൈറ്റ്മെന്റിലൊക്കെ ചെന്നിട്ട് നമുക്ക് ഫോൺ വിളിച്ചിട്ട് വണ്ടി കിട്ടും കേട്ടോ, ഇന്ന് ചിലപ്പോൾ വണ്ടി കിട്ടും, ഞാൻ വീട്ടുകാരെല്ലാം വിളിച്ചിട്ടുണ്ട്, റെഡിയാ നമുക്ക് പൊളിക്കും. അതൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് വണ്ടി വേണമെങ്കിൽ പ്രോപ്പറായിട്ട് അവരെല്ലാം ചെയ്തു തരും. പക്ഷേ ഡെലിവറി എക്സ്പീരിയൻസോ വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കരുത്. ഇനി ആ ഫ്രണ്ടിലെ കൂടെ വണ്ടി കൊടുക്കാത്തതിന്റെ എക്സ്പീരിയൻസ് വേറെ ആൾക്കാർക്ക് ഉണ്ടോയെങ്കിൽ അവർ എന്താന്ന് വെച്ചാൽ അവർ മാറ്റുമായിരിക്കും ചിലപ്പോൾ. ഏതായാലും എനിക്ക് അങ്ങനെയാണ് കിട്ടിയത്. എൻ്റെ എക്സിക്യൂട്ടീവ് ഓക്കെ ആയതുകൊണ്ട് മാത്രം ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാൻ പോയില്ല. വണ്ടിയാണല്ലോ നമ്മൾ മേടിക്കാൻ ചെന്നത്, അത് കിട്ടി വന്നു. അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ലായിരുന്നു. ഷോറൂമിന്റെ ഭാഗത്തുനിന്ന് എക്സ്പീരിയൻസ്, 1 രൂപ പോലും ഡിസ്കൗണ്ടോ 1 രൂപയുടെ അക്സസറീസോ അവർ തന്നിട്ടില്ല. ഒരു കാര്യമില്ല. അത് പിന്നെ നോർമൽ ഒരു കസ്റ്റമർ എന്ന രീതിയാണ്. പിന്നെ എന്തോ ഓണത്തിന്റെ ഒരു ഗിഫ്റ്റ് എന്താണ്ട് തന്നു. അതെ, താങ്ക് യു, സെയിം ടു യു. അതേ ഉള്ളു. അല്ലാതെ വണ്ടി വന്നതിൽ നിന്ന് എനിക്ക് അലോട്ട് ചെയ്ത് എനിക്ക് തന്നു. എനിക്ക് ചാർജർ വേറെ ആയിരുന്നു. അതൊക്കെ എല്ലാം അങ്ങനെ ചെയ്യേണ്ടതല്ല. അത് എന്തോ ഒരു അവർക്കൊരു ലക്ക് കിട്ടിയപ്പോൾ അവര് അത് സ്വാപ്പ് ചെയ്യാനും സാഹചര്യം കിട്ടിയോണ്ട് മാത്രം എനിക്ക് ചെയ്തു തന്നു. അല്ലാതെ പൊതുവെ അങ്ങനെ ചെയ്തു തരാൻ പറ്റത്തില്ല. എങ്ങനെയോ ചെയ്തു തന്നു. അപ്പൊ അതൊക്കെ എനിക്ക് സൗകര്യങ്ങളെല്ലാം ഷോറൂം ബാക്കിയുള്ള ആരെയും ഞാൻ കണ്ടില്ല. ഷോറൂം ഡെലിവറി സമയത്തോ എനിക്ക് വേറെ ഹെൽപ്പുകളോ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ എന്റെ ലോൺ കാര്യങ്ങൾ ചെയ്ത ആള് അത് പ്രോപ്പറായിട്ട് എല്ലാം ചെയ്തു. വളരെ എഫേർട്ട് ഇട്ട് തന്നെ ആളെല്ലാം ചെയ്തു തന്നു. അതെല്ലാം റെഡിയാക്കി തന്നു. അതൊക്കെ പക്കയായിട്ട് ചെയ്തു. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇൻഷുറൻസ് ഷോറൂമിൽ നിന്ന് എടുക്കണ്ട, പുറത്തുനിന്ന് എടുക്കണം എന്നുള്ള വിചാരത്തിലാണ് എടുക്കുന്നത്. പക്ഷേ ഷോറൂമിൽ നിന്ന് എടുത്തപ്പോൾ എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ 10,000 രൂപയെല്ലാം കുറഞ്ഞിരിക്കും. അതിനുവേണ്ടി പുറത്ത് പോയി എടുക്കണമെന്ന് എനിക്ക് തോന്നിയില്ല. 67,000 ആയിരുന്നു ഷോറൂം എനിക്ക് ഇൻഷുറൻസ് ചാർജ് ചെയ്തത്. അതിനകത്ത് ചാർജറിന്റെ ഇൻഷുറൻസും ഇൻക്ലൂഡഡ് ആണ്. ചാർജർ തേർഡ് പാർട്ടി ചാർജറാണ്. തേർഡ് പാർട്ടി ചാർജറിന് വാറണ്ടിയും കണ്ടേ ഉള്ളൂ. മഹീന്ദ്ര കൊടുക്കുന്നില്ല. അപ്പോൾ അത് ഇൻഷുർഡ് ആയിരിക്കുന്നതാണ് ബെറ്റർ എന്ന് പറയുന്നത്. പിന്നെ എന്തെങ്കിലും ബാറ്ററി ഷോറൂമിൽ എടുക്കുമ്പോൾ കിട്ടുമോ? ഷോറൂമിൽ എടുക്കുമ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ആണ്. പുറത്തുനിന്ന് എടുക്കുമ്പോൾ അതൊന്നും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ പിന്നെ അധികം അതിന് തിരക്കാൻ പോയില്ല. കാരണം നമ്മൾ ചെറിയൊരു ലാഭത്തിന് വേണ്ടി ഞാൻ പോകാൻ പോയില്ല. വലിയ ഇപ്പോൾ ഒരു 20,000 ഒക്കെ കുറവുള്ള ഇൻഷുറൻസ് കിട്ടുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ അതിനകത്ത് ഫീച്ചേഴ്സ് എല്ലാം ഒന്നും കാണണമെന്നില്ല.
എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നേ ഉള്ളൂ. ഞാൻ പുറത്തുനിന്ന് എടുത്തില്ല, അത് ഷോറൂമിൽ തന്നെ എടുത്ത് എനിക്കത് ഓക്കെ എന്ന് തോന്നി, ഞാൻ അങ്ങ് എടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എനിവേ താങ്ക് യു സോ മച്ച്. കുറച്ച് ലെങ്തി ആയി കാണും, സോറി. ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുമ്പോഴും ഒരു 30 മിനിറ്റ്സ് താഴെ ചെയ്യണം എന്ന് എപ്പോഴും വിചാരിക്കും. പക്ഷേ വീഡിയോ തീരുമ്പോഴത്തേക്ക് ഒരു 50 ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് അത് 50. ഞാൻ യൂസറിനോട് ആദ്യമേ പറയും നമ്മൾ 30ക്ക് നിർത്തണം, പക്ഷേ പറയാനുള്ളതെല്ലാം പറഞ്ഞു തീരണമെങ്കിൽ 50 ആയാലും തീരില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി കേട്ടോ, സോറി. എൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാണ്, ഞാൻ യൂട്യൂബിൽ യൂസർ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായെങ്കിലും അടുപ്പിച്ച് ഈ ഇടയ്ക്ക് എടുത്താണ് ഞാൻ യൂസർ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയത്. അതിന്റെ പല കമന്റ് സെക്ഷനിലും റെഫർ ചെയ്യുന്ന ഒരാളാണ്, നിങ്ങളാണോടാ യൂസർ റിവ്യൂ ചെയ്യുന്നത്, ഈ യൂസർ റിവ്യൂ ചെയ്യുവാണെങ്കിൽ നെഫിനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ കമന്റ് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്ക്രീൻഷോട്ട് ഇട്ട് തന്നില്ല, അതെന്ത് വരുന്നു, നെഫിനെ കണ്ടുപിടിക്കുക, നെഫിനെ പോലെ ചെയ്യാൻ ഞാൻ അയച്ചു കൊടുത്തു. അപ്പൊ ഞാൻ ഓരോരുത്തർ ഓരോ സ്റ്റൈലിൽ അല്ല എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ട്യൂഷൻ തരണം എന്ന് പറഞ്ഞു. അപ്പൊ ട്യൂഷൻ പഠിക്കാൻ വേണ്ടി വന്നതാണ്. ആ കമന്റ് ഇട്ട ആൾ കാണുന്നുണ്ടെങ്കിൽ ഇല്ല, ഓരോരുത്തർ ഓരോ സ്റ്റൈലിൽ ചെയ്യുന്നു. ഇപ്പം ഗോപീകൃഷ്ണന്റെ വീഡിയോസ് നമ്മൾ കാണാറുള്ളതാണ്. ആ ഒരു സ്റ്റൈലിൽ എല്ലാവരും ഒരേ സ്റ്റൈലിൽ അവരുടെ കണ്ടന്റ് അവതരിപ്പിച്ചു. ഞാൻ നെഫിനെ പോലെ ചെയ്ത നെഫിന്റെ സ്പേസ് പോകത്തില്ല, ഇപ്പൊ നെഫ് എന്നെ പോലെ ചെയ്ത എന്റെ സ്പേസ് പോകത്തില്ല. അതെ, ഇപ്പൊ രണ്ടും രണ്ട് രീതിയിൽ ഓരോ സ്റ്റൈൽ, അത്രേ ഉള്ളൂ. അപ്പോൾ എനിവേ ഞാൻ നെഫിനെ പറ്റി പറയുകയാണെങ്കിൽ 2 വാക്ക് എനിക്ക് പറഞ്ഞിട്ട് ഞാൻ ഈ വൈൻഡപ്പ് ചെയ്യാം. ലൈക്ക് ഈ യൂസർ റിവ്യൂ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്യുന്ന എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് യൂസർ റിവ്യൂ ക്രിയേറ്റർ ആണ്. കാരണം ഏത് വണ്ടി ഇറങ്ങിയാലും അല്ലെങ്കിൽ ആൾക്കാർക്ക് ആവശ്യമുള്ള വണ്ടികളുടെ കറക്റ്റ് ആ വണ്ടി തപ്പി പിടിച്ച് കൊണ്ട് തരാറുണ്ട്. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയത്തില്ല, ലൈക്ക് ചെയ്യാൻ പറയും. ഞാൻ എപ്പോഴും പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ കണ്ടു. ഇപ്പൊ എവിടെയോ ടേക്ക് എടുത്ത് എവിടെ വെച്ചിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ അതുകൊണ്ട് കുത്തിക്കയറ്റി വെക്കും. സബ്സ്ക്രൈബ് ചെയ്തോ, എന്നാ നമുക്ക് വീട്ടിൽ പോകാം. ഞാൻ പറയാം 100K ഒക്കെ അടിക്കുന്ന സമയം കഴിഞ്ഞു എപ്പോഴേ. പക്ഷെ ഇപ്പോഴും 5 വർഷം എനിക്കറിയാം. ഞാൻ ഗ്ലാൻസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, യൂസർ റിവ്യൂ വേണോ. അപ്പൊ പട്ടി വിലയായിരുന്നു, എന്നെ കണ്ടിട്ട് പോലും ഇല്ല, കമന്റ് കണ്ടിട്ടില്ല. പണ്ട് അതായത് 2022 കാര്യം പറയാം. അന്ന് ഞാൻ കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊന്നും ഇല്ല, വേറെ കാര്യം. അപ്പോൾ അന്ന് ഞാൻ കാണുന്ന അന്നോട്ട് കണ്ടു തുടങ്ങുന്ന. അപ്പോൾ ഞാൻ ഇങ്ങനെ കാരണം അന്ന് ഗ്ലാൻസർ വേറെ ആരണ്ടൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു ഗ്രേ കളർ ഗ്ലാൻസർ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്റെയും കൂടെ വിളിച്ചായിരുന്നു, കൊള്ളായിരുന്നു. അപ്പോൾ ആ മൈൻഡിലായിരുന്നു. അപ്പോൾ ഭയങ്കര അൺറൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അൺറൈറ്റഡ് ആയിട്ടുള്ള ഒരു യൂസർ റിവ്യൂ ക്രിയേറ്റർ ആണ് ഈ കൂട്ടത്തിൽ എൻ്റെ കൂടെ ഇരിക്കുന്നത്. ഞാൻ പുള്ളിയുടെ വണ്ടി എനിക്ക് ഫസ്റ്റ് യൂസർ റിവ്യൂ എടുക്കാൻ പറ്റി. പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് സ്വന്തം വണ്ടിയുടെ യൂസർ റിവ്യൂ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്രെഡിറ്റ് ഞാൻ എടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എനിവേ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. എനിക്ക് ഇതൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു യൂസർ റിവ്യൂ കൊടുക്കുന്നത്. എനിക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ മാത്രമേ ആൻസേഴ്സ് പറയാൻ അറിയത്തില്ലായിരുന്നു എന്നുള്ള ടെൻഷൻ എനിക്ക് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തോന്നി. എന്ത് പറയും എനിക്ക് അറിയത്തില്ലല്ലോ. ഇപ്പൊ മനസ്സിലായി, മറ്റേ ചോദ്യം ചോദിച്ചു മുട്ടിക്കുമ്പോൾ അല്ല എന്നോട് എന്താണ് ചോദിക്കാൻ വന്നത്, എന്താണ് ചോദിക്കാൻ പറയത്തില്ല, വീഡിയോ തുടങ്ങിയിട്ട് പറയുള്ളൂ എന്ന് പറയും. ഇതൊന്നല്ല, ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തോണ്ട് ഒന്നും നടന്നില്ല. ഷൂട്ട് പ്ലാൻ ചെയ്തതല്ല, അതാ പ്രശ്നം. ഇപ്പൊ ഇനിയും വരും കുറച്ചൊക്കെ കഴിയുമ്പോൾ ലോങ് ടൈം നമുക്ക് ട്രിപ്പ് ഒക്കെ പോകണം. ഒരു മാസം വരെ കഴിഞ്ഞിട്ട് ഒരു സസ്പെൻസ് ഉണ്ട്, അതും കൂടെ ഒന്ന് വന്നിട്ട് നമുക്കൊരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും B6 പാക്ക് 2 വേരിയന്റിന്റെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്താൽ അല്ലെങ്കിൽ ചാനൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, പോയി കാണുക. B6 റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കണ്ടന്റ് കിട്ടും. അതെ, ചവറ് പോലെ കിട്ടും. അപ്പോൾ B6 കുറെ യൂസേഴ്സ് വരട്ടെ. അപ്പോൾ എനിവേ ഉടനെ 100K അടിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു, വളരെ നന്ദി. ഓക്കെ, അപ്പോൾ ടാറ്റ പറഞ്ഞേക്ക്. ബൈ ബൈ.